ഇതാണ് മംഗലംകുന്ന് തറവാട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാട്. മുമ്പ് ഈ തറവാട് ഇങ്ങനെയല്ലായിരുന്നു. ഇതായിരുന്നു. അടുത്തടുത്തായിട്ട് പല അനർത്ഥങ്ങളും സംഭവിക്കുന്ന കാരണം അന്ന് ഭരിച്ച കാരണവർ തൊട്ടടുത്ത് തന്നെ പുതിയൊരു തറവാട് പുതുക്കി പണിതു എന്ന് പറഞ്ഞാൽ അന്ന് നടന്നിരുന്ന എല്ലാ ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ തറവാടും മുന്നോട്ട് കൊണ്ടുപോയത്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പാടെ ഒഴിവാക്കിയിട്ടായിരുന്നു ഇന്ന് ഈ തറവാട് മുന്നോട്ട് പോകുന്നത്. കളരിയും നൃത്തവും എല്ലാം ഇന്നും ഈ തറവാട്ടിലുണ്ട്. മാത്രമല്ല, ഇതൊന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്രയം കൂടിയാണ് മംഗലംകുന്ന് തറവാട്. ഈ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ശ്രീ ശ്രീനിവാസൻ തമ്പുരാൻ. ഇദ്ദേഹം ഇപ്പോൾ ഈ തറവാട്ടിലില്ല. ഈ തറവാടും ഇവിടെയുള്ള ജനങ്ങളെയും തൻ്റെ ഏക മകനെ ഏൽപ്പിച്ച് ഇദ്ദേഹം ഇപ്പോൾ ഹരിദ്വാറിലെ പുതിയ ജീവിതശൈലിയും അവിടുത്തെ പുതിയ പാഠങ്ങളും പഠിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് ബാലചന്ദ്ര തമ്പുരാൻ. നമ്മുടെ ഈ തറവാട് ഇപ്പം നോക്കുന്നത് നമ്മുടെ ബാലേട്ടനാണ്. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മുടെ ബാലേട്ടനാണ് ഏക ആശ്രയം. തൻ്റെ കുടുംബത്തെ പോലെ തന്നെ തൻ്റെ ജനങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ബാലേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ പത്നിയെ നമുക്ക് പരിചയപ്പെടാം, കല്യാണി. തൻ്റെ ബാലേട്ടൻ പറയുന്നതിന് മറുവാക്കില്ല അവൾക്ക്. ഏതൊരു പുരുഷന്റെ പിന്നിലെയും വിജയം സ്ത്രീയാണെന്ന് പറയും പോലെ നമ്മുടെ ബാലേട്ടൻ്റെ പിന്നിലെ വിജയം ഈ കല്യാണി എന്ന നാട്ടുകാർ പറയല്. ഇവർക്ക് 2 മക്കളാണ്. മൂത്തവൻ അർജുൻ ബാലചന്ദ്രൻ, അജു എന്ന് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കും. ഇയാൾക്ക് നാട്ടിൻപുറമല്ല, തൻ്റെ സ്വപ്നങ്ങളാണ് വലുത്. അതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു ബാംഗ്ലൂരിൽ ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അജു. രണ്ടാമത്തെയാൾ അഗ്നിപത്ര. പുള്ളിക്കാരി നേരെ തിരിച്ചു. നാട്ടുകാരും കഴിഞ്ഞ് വേറെ എന്തോ ഉള്ളൂ. കളരിയും നൃത്തവുമാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ഹോബി. ഈ നാട് വിട്ട് പുറത്തു പോകുന്ന കാര്യം ചിന്തിക്കാനേ അവൾക്ക് പറ്റില്ല. മംഗലംകുന്ന് തറവാട്ടിലെ ഒരു പുലിക്കുട്ടീന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിനെയും പെട്ടെന്ന് പേടിക്കാൻ അവൾക്ക് പറ്റില്ല. ധൈര്യത്തോടെ നേരിടാനാണ് അവൾക്കിഷ്ടം. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. നിനക്ക് ഞങ്ങളെ കാണാൻ വരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലയെന്നാണെങ്കിൽ പൊന്നു മുന്നിൽ നീ ഈ അമ്മയെ വിളിക്കണ്ട. എത്ര കൊല്ലമായി കണ്ടിട്ട്. കാണണമെന്ന് ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമായ പോരല്ലോ. നിനക്ക് പറ്റുമെങ്കിൽ നീ വന്ന് കാണാം, ഇല്ലെങ്കിൽ ഫോൺ വെക്ക്. രാവിലെ തന്നെ അവന്റെ സമാധാനം പോയില്ലേ? എന്തിനാ കല്യാണി ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? ലാലേട്ടാ, എനിക്ക് പിന്നെ കാണാൻ കൊതിയുണ്ടാവില്ലേ? കഴിഞ്ഞ കൊല്ലവും വന്നില്ല. കാണാൻ എത്രയും കൊതിയുണ്ടെങ്കിൽ ആര് പറഞ്ഞ അവൻ വരും? അവരെ കൊണ്ട് അവനെ വിളിപ്പിക്കേ, അതല്ലേ നല്ലത്. ആര്? ഭദ്രയെ കൊണ്ടോ? നന്നായി. അവനെ എനിക്ക് ഫോണിലെങ്കിലും കിട്ടും. അവളെ എനിക്ക് കാണാൻ കൂടി കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ, നമ്മുടെ 2 മക്കളും തിരക്കല്ലേ. നീ ഒരു കാര്യം ചെയ്, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, എനിക്കൊരു ഗ്ലാസ് ചായ എടുക്ക്. എനിക്ക് തോന്നി അവസാനം ചായ ഇടാൻ തന്നെ ഞാൻ പോവേണ്ടി വരുമെന്ന്. മംഗലംകുന്നത്തെ കല്യാണിക്കുട്ടി ചായ ഇടുവാണോ? എന്നാ എനിക്കൂടെ ഒരു ഗ്ലാസ് എടുത്തോ. വല്ലാത്ത ദാഹത്തിന് നല്ലത് പച്ചവെള്ളം അല്ലാതെ ചായയല്ല. ഇപ്പോഴെങ്കിലും കൺമുന്നിൽ വരാൻ തോന്നിയല്ലോ. എന്താ തീർന്നോ നിന്റെ ക്ലാസ്സൊക്കെ? അതോ? കല്യാണിക്കുട്ടി വലിയ കലിപ്പിലാണല്ലോ. മെരുക്കി എടുത്തേ പറ്റൂ. ദേഷ്യപ്പെടുമ്പം പോലും അമ്മയുടെ കവിളൊക്കെ ചുവന്ന് തുടുക്കുന്നു. ഇത് കണ്ടിട്ടായിരിക്കും ബാലേട്ടൻ മുട്ടും കുത്തി വീണത്, അല്ലേ അമ്മ? ബാലേട്ടൻ മുട്ടും കുത്തി വീണുവെന്നോ? കേക്കണ്ട, മിണ്ടാതിരിക്കേ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അമ്മയുടെ സൗന്ദര്യം കണ്ടല്ലേ അച്ഛൻ വീണത്. അല്ല, എന്താണ് രാവിലെ നല്ല ചൂടാണല്ലോ? കാര്യം പരിഹാരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇക്കൊല്ലവും നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. അവന് നമ്മളാരെയും കാണണ്ട, അതുതന്നെയാ പ്രശ്നം. ഇക്കൊല്ലം ഇങ്ങോട്ട് വരുന്നില്ല എന്നോ? അതെങ്ങനെ ശരിയാവും? ഭദ്ര, നീ ഏട്ടനോട് സംസാരിക്കോ? അമ്മയ്ക്ക് കാണാൻ കൊതിയാവുന്നടി. ഞാൻ സംസാരിക്കാം. ഈ ഭദ്രയ വാക്ക് പറയുന്നത്. ഞാൻ ഇക്കൊല്ലം അജു ഏട്ടനെ ഇവിടെ എത്തിക്കും, പോരെ? അത് കേട്ടാൽ മതി അമ്മയ്ക്ക്.
ഞാൻ ബാലേട്ടനെ ചായ കൊടുത്തിട്ട് തരാം. നിനക്കത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ കൊല്ലമെങ്കിലും അജുവേട്ടനെ നാട്ടിലെത്തിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഭദ്ര, നീ ആ വഴിക്കാണോ പോകുന്നേ? ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോവാ, നീ വിട്ടോ. ശരിയെന്നാ, ഞാൻ ഈ വഴിക്കാ പോകുന്നത്. നാളെ ക്ലാസ്സിൽ വെച്ച് കാണാം. ശരിയെന്നാ, നോക്കി ചെല്ല്. പിന്നെ ആനക്കുട്ടിയോട് ഞാൻ അന്വേഷണം പറഞ്ഞായിട്ട് പറഞ്ഞോളൂ. പുറത്ത് വലിയ അനക്കമൊന്നുമില്ലല്ലോ. ഇനിയിപ്പം മുത്തശ്ശി ഇവിടെ ഇല്ലേ? മുത്തശ്ശി, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഭദ്രയാണോ? കയറി പോര്. ആഹാ, മുത്തശ്ശി പ്രാർത്ഥനയിലായിരുന്നോ? ഞാൻ വന്നത് ശല്യമായോ? ശല്യോ? എപ്പോഴെങ്കിലും മുത്തശ്ശിയെ ഓർത്തല്ലോ നീ. അതിന് ഞാൻ മറന്നില്ലല്ലോ മുത്തശ്ശിയെ ഓർക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ, അതാ ഞാൻ ചോദിച്ച എന്നെ മറന്നോന്ന്. എൻ്റെ പൊന്നു സാവിത്രിക്കുട്ടിയെ മറക്കണമെങ്കിൽ ഈ ഭദ്ര വേറെ ജനിക്കണം. ക്ലാസ് ഉണ്ടായിരുന്നു മുത്തശ്ശി, അതാ കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച സമയം കിട്ടിയപ്പോൾ ഓടി അടുത്തേക്ക് വന്നത്. നിന്റെ ആങ്ങള ആ അജു, ഞാൻ മരിക്കുന്നതിന് മുന്നെങ്കിലും എന്നെ കാണാൻ വരുമോ അവൻ? ആഹാ, മുത്തശ്ശിക്കുണ്ടോ പരാതി? അമ്മയ്ക്കും ഇത് തന്നെയാ പരാതി. ഏതായാലും ഈ കൊല്ലം അജുട്ട നാട്ടിൽ വരും, ഞാനല്ലേ പറയുന്നത്. അല്ല, അതൊക്കെ പോട്ടെ. എന്തായി? കുറേ ആയി എഴുത്തൊക്കെ കണ്ടിട്ട്. നാട്ടുകാർ മൊത്തം എന്നോടാ ചോദിക്കുന്നത്, സാവിത്രിക്കുട്ടി എഴുത്ത് നിർത്തിയോന്ന്. പുതിയ കഥയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്തു. എന്താ മുത്തശ്ശി എഴുതാത്ത? ഇനി എന്നാ അടുത്ത കഥ? കണ്ണൊന്നും തീരെ പിടിക്കണില്ല കുട്ടി എഴുതാൻ, അതുകൊണ്ട് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ മുത്തശ്ശി, അങ്ങനെ പറയരുത്. ഈ നാട്ടിൽ ആകെ വായിക്കാൻ കൊള്ളാവുന്നത് മുത്തശ്ശിയുടെ കഥകളാ. സാവിത്രി ഇങ്ങനെ എഴുത്ത് നിർത്തിയാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഭദ്രയ്ക്ക് വേണ്ടി ഒരു കഥ കൂടി എഴുതണം പ്ലീസ്. മുമ്പ് എഴുതാൻ ബാക്കി വെച്ചൊരു കഥയുണ്ട് ഉള്ളിലിപ്പോഴും. ഞങ്ങളെയൊക്കെ നൃത്തം പഠിപ്പിച്ച ഭാനു അമ്മയുടെ കഥ. ഭാനു ആരാ മുത്തശ്ശി? ഭാനു ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. മുത്തശ്ശിക്കറിയോ, ഒരാഴ്ച മുമ്പ് രാമകണിയനില്ലേ നമ്മുടെ ഇല്ലത്ത് വന്നിരുന്നു. അന്ന് തറവാട്ടിൽ അച്ഛനും അമ്മയും ആരും ഇല്ലായിരുന്നു, എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. ഈ പുള്ളി വന്ന് ഹാളിലിരിക്കുമ്പോഴായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നത്. എന്നെ കണ്ടതും എഴുന്നേറ്റ് നിന്ന് ഭാനു എന്നൊരു വിളി. ആ വിളിയിൽ ശരിക്കും ഞാൻ ഇട്ടിപ്പോയി. പിന്നെ ജാനി ചേച്ചി വന്നാ പറഞ്ഞത് ഇത് ഭാനുവല്ല അഗ്നിഭദ്രയാന്ന്. അവിടുന്ന് പോകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കും. ശരിക്കും ആരാ മുത്തശ്ശി ഈ ഭാനു? കാണാൻ എന്നെ പോലെയാണോ? നിന്നെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാനുമ്മയെ പോലെയുണ്ടെന്ന്. നീ കാണാൻ അതുപോലെ തന്നെയാ. മുത്തശ്ശി, ആരാ ശരിക്കും ഈ ഭാനുമ്മ? അവര് എങ്ങനെയാ നിങ്ങൾക്കൊക്കെ അറിയാം? ഇപ്പോൾ അവരെവിടെയുണ്ട്? കാണാൻ പറ്റുമോ? എനിക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി അതാരാന്ന്? അതിനെന്താ കുട്ടി, മുത്തശ്ശി പറഞ്ഞുതരാലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാ. അന്നെനിക്ക് കഷ്ടിച്ചൊരു 9 വയസ്സുണ്ടാവും. കരിയിലെയും മാറാലെയും പിടിച്ച് നടക്കുന്ന ആ ഒരു തറവാടില്ലേ, അത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു. കുഞ്ഞാണെങ്കിലും നല്ല രസമുള്ളൊരു തറവാടായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ തമ്പുരാട്ടി കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കാൻ അങ്ങ് ദൂരെ നിന്ന് കൊണ്ടുവന്ന നൃത്താധ്യാപികയായിരുന്നു നമ്മുടെ ഭാനു. കാണേണ്ട ചന്തമായിരുന്നു. അരകവിഞ്ഞൊഴുകുന്ന മുടിയും ആ ചന്തവും കണ്ട ആരും നോക്കി നിന്നു പോവും. കുഞ്ഞു കുട്ടികളെ തൊട്ട് വലിയ പുരുഷന്മാര് വരെ ഭാനുമ്മയെ കണ്ട് വാ പൊളിച്ച് നിന്നു പോവും. അവരിരുന്നാലും നടന്നാലും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എത്ര കല്യാണാലോചനകളാ എവിടെ നോക്കിയോ വന്നെന്നാ കേട്ടിട്ടുള്ളത്. അത്രയും സുന്ദരിയായിരുന്നു ഭാനുമ്മ. പക്ഷേ ആരൊക്കെ പുറകെ നടന്നാലും അതൊന്നും അവര് നോക്കില്ല. അവർക്ക് അവരെ നൃത്തമായിരുന്നു വലുത്. ഇന്നും കോലത്ത് വന്ന് ഞങ്ങളെയൊക്കെ നൃത്തം പഠിപ്പിക്കും, എന്നിട്ട് അതുപോലെ പോവും. അവർക്ക് യാതൊന്നും ബാധകമല്ല. ഒരു നാട്ടിലെ പുരുഷന്മാർ മൊത്തവും പിറകെ നടന്നിട്ടും ഭാനുമ്മയ്ക്ക് ആരോടും ഇഷ്ടം തോന്നിയില്ലേ മുത്തശ്ശി? ഭാനുമ്മയ്ക്കും ഒരാളോട് ഇഷ്ടം തോന്നി. ആരായിരുന്നു മുത്തശ്ശി ആ പുരുഷൻ? അന്ന് ആ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും ഭാനുമ്മയെ നോക്കും. പക്ഷേ ആ കൂട്ടത്തിലും ഒരാൾ മാത്രം ഭാനുമ്മയെ നോക്കാറില്ല. അന്ന് ആ തറവാട് ഭരിച്ചിരുന്ന തമ്പുരാന് ലാസ്റ്റത്തൊരു മകനുണ്ടായിരുന്നു. ലാസ്റ്റ് മകനോ? ആരായിരുന്നു മുത്തശ്ശി അത്? സംഗീതത്തിനോട് മാത്രം ഭ്രാന്തുള്ള ഒരു സുന്ദരൻ തമ്പുരാൻ, രുദ്രദേവ്. നാട്ടുകാര് തമ്പുരാൻകുട്ടി എന്നാ വിളിക്കല്.
തമ്പുരാൻകുട്ടിയോ? രുദ്രദേവോ? അയാള് എങ്ങനെയാ മുത്തശ്ശി കാണാൻ? ഭാനുമ്മയെ പോലെ നല്ല സൗന്ദര്യമാണോ? സൗന്ദര്യം ഉണ്ടോന്നോ? 23 വയസ്സേ ഉള്ളൂവെങ്കിലും പലയിടത്തുനിന്ന് ആലോചന വരുന്നത്. മുതിർന്ന ഏട്ടന്മാർക്ക് പോലും ഇത്രയും വന്നിട്ടുണ്ടാവില്ല എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അറിയോ കുട്ടിക്ക്? ഭാനുഅമ്മ എങ്ങനെയാ തമ്പ്രാൻകുട്ടി ഇഷ്ടപ്പെട്ടത്? അവർ തമ്മിൽ പിന്നീട് ഒന്നായോ? ഭാനു വരുന്ന സ്ഥലത്തുനിന്ന് തമ്പ്രാൻകുട്ടി ഒഴിഞ്ഞു മാറും മനഃപൂർവ്വം. പക്ഷേ ഒരു ദിവസം തമ്പ്രാൻകുട്ടിക്ക് കണ്ണെടുക്കാൻ തോന്നാതായിപ്പോയി. എന്നായിരുന്നു ആ ദിവസം? എന്താ അവിടെ സംഭവിച്ചത്? പറ മുത്തശ്ശി. അന്ന് ആദ്യമായിട്ടായിരുന്നു മംഗലംകുന്ന് ഇത്രയും വലിയ ഉത്സവം കണ്ടത്. അവസാനമായിട്ടും എന്ന് തന്നെ പറയാം. ഒരുപാട് ആചാരങ്ങളും പല കലാരൂപങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു തെയ്യം കാണുന്നത് പോലും. കണ്ട് ഞാൻ പേടിച്ചു പോയി കുട്ടി. അന്ന് ഈ നാട്ടിലെ പല കോണിൽ നിന്നും ഒരുപാട് നർത്തകിമാരെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു വേദിയിൽ നൃത്തം കളിപ്പിച്ചു. അന്നത്തെ നൃത്തം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. ശരിക്കും ദേവി ഇറങ്ങി വന്ന് കളിക്കുന്ന പോലെ തോന്നി എല്ലാവർക്കും. ചെമ്പാട്ടാണിഞ്ഞമ്മ ചെമ്പകപ്പൂമര കോവിലാണഞ്ഞു നീ നടുവാഴ നേരിൻ്റെ കാവലായി വാളേന്തും കൈകളാൽ അന്ന് ശരിക്കും ഭാനുമ്മയെ കണ്ട് തമ്പ്രാൻകുട്ടി അവിടെ ഇരുന്നു പോയി. അവർക്ക് പരസ്പരം പിന്നീട് ഇഷ്ടം തോന്നിക്കാണോ അല്ലേ മുത്തശ്ശി? പിന്നെ കാണാനും സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ടാവില്ലേ? പിന്നീട് അങ്ങോട്ട് അവരുടെ ദിവസങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് നൃത്തം പഠിപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് ടൈം തമ്പ്രാൻകുട്ടി ആരും അറിയാതെ ഭാനുമ്മയായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരുപാട് ദിവസം കടന്നുപോയി. ഉരളലി ഭസ്മരുദ്രാക്ഷമു ധരിസിത പരമ വൈഷ്ണവനുദീനെ ഗരുഡഗമന നമ്ന പുരധര വിധരന പ്രാണപ്രിയനു നീ. മുമ്പ് തറവാട്ടിലൊരു ആചാരം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത നാട്ടിലെ തറവാട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ പോവും. അങ്ങനെ ഈ തറവാടിൽ നിന്ന് എല്ലാവരും പോവും. പക്ഷേ തന്ത്രപൂർവ്വം തമ്പ്രാൻകുട്ടി മാത്രം പോവില്ല. കച്ചേരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോവില്ല. എന്നിട്ട് ആരുമില്ലാത്ത സമയം ഭാനുമ്മയെ തറവാട്ടിലോട്ട് കൊണ്ടുവരും. ആഹാ, അപ്പോൾ തമ്പ്രാൻകുട്ടി ആളെ കൊള്ളാലോ മുത്തശ്ശി. ഒരു കുറുമ്പൻ തന്നെ. ആരുമില്ലാത്ത സമയത്താണോ സ്വന്തം കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അവിടെയാ നിനക്കും എനിക്കും നാട്ടുകാർക്കും ഒക്കെ തെറ്റുപറ്റിപ്പോയത്. കളങ്കമില്ലാത്ത സ്നേഹമായിരുന്നു കുട്ടി അവർക്കിടയിൽ. നേരം വെളുക്കുവോളം ഭാനുമ്മയുടെ നൃത്തം കാണാനാ തമ്പ്രാൻകുട്ടി കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആവണിത്താരങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മംഗല്യമായി പന്തലിട്ടു പൊന്മേഘം കണ്ണെഴുതി കാർമേഘം. പക്ഷേ എല്ലാ കഥയിലും ഒരവസാനമുള്ളതുപോലെ കാർന്നോര ചെവിയിൽ ഈ കഥകളൊക്കെ എത്താൻ അധിക താമസം എടുത്തില്ല. പിന്നീട് അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. ഏതോ വലിയ കച്ചേരി ഉണ്ടെന്ന് പറഞ്ഞ് തമ്പ്രാൻകുട്ടിയെ ഈ നാട്ടിൽ നിന്ന് 3 ദിവസത്തേക്ക് മാറ്റി നിർത്തിയോ? എന്തിനാ മുത്തശ്ശി അങ്ങനെ ചെയ്തേ? തമ്പ്രാൻകുട്ടി പോയതിൻ്റെ അന്ന് രാവിലെ തന്നെ ആളെ വിട്ട് തമ്പ്രാൻകുട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഭാനുമ്മയെ തറവാട്ടിലോട്ട് വിളിപ്പിച്ചു. തൻ്റെ നൃത്തം കാണാനാണ് വിളിക്കുന്നതെന്ന് കരുതി ഭാനുമ്മ വളരെ സന്തോഷത്തിൽ ചിലങ്കയൊക്കെ അണിഞ്ഞ് ആ തറവാട്ടിലോട്ട് വന്നു. ചതിയായിരുന്നു എന്ന് ഭാനുമ്മയ്ക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. തമ്പ്രാൻകുട്ടി വിളിക്കുമ്പോൾ ഭാനുമ്മ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഓടിച്ചെന്നു. അത്രയ്ക്കും വിശ്വാസവും ഇഷ്ടവുമായിരുന്നു തമ്പ്രാൻകുട്ടിയെ. ഭാനുമ്മയ്ക്ക് പിന്നെ എന്ത് പറ്റി മുത്തശ്ശി? അന്ന് ആ തറവാട്ടിൽ ചിരിച്ചുകൊണ്ട് കയറിപ്പോയതാ. പിന്നെ ഞങ്ങൾ ആരും ജീവനോടെ കണ്ടിട്ടില്ല അവരെ. ആർക്കും ഒന്നും അറിയില്ല. അറിയെങ്കിൽ തന്നെ ആരോടും പറയുകയില്ല. അത്രയ്ക്ക് പേടിയായിരുന്നു കാരണവരൊക്കെ. 3-ാം ദിവസം പണിക്കാരെത്തി വെള്ളം കോരാൻ കിണറ്റിൽ നോക്കിയപ്പോൾ 3-ാം പക്കം കാർന്നോരെ ഏൽപ്പിച്ച കച്ചേരിയും കഴിഞ്ഞ് തറവാട്ടിലോട്ട് വരുന്ന തമ്പ്രാൻകുട്ടി കേൾക്കുന്നത് ഭാനുവിൻ്റെ മരണം. പിന്നെ ഒന്നും നോക്കിയില്ല. അച്ഛനാണ് എതിരെയെന്നറിഞ്ഞിട്ടും ഒരു ദയയില്ലാതെ ആ കിണറ്റിൽ തന്നെ കൊന്നു താഴ്ത്തി. പിന്നീട് റൂമിൽ കയറി കഥ അടച്ചു.
പിന്നെ തമ്പ്രാൻകുട്ടിയെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം ഉത്തരത്തിൽ തമ്പ്രാൻകുട്ടി അതായിരുന്നു ലാസ്റ്റ് കണ്ടത്. പ്രേമം ചിലപ്പോൾ അങ്ങനെയാ മോളെ, മനുഷ്യനെ മത്ത് പിടിപ്പിക്കും. പക്ഷേ സത്യസന്ധമായി പ്രണയിക്കുകയാണെങ്കിൽ അവരെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ ജീവനം നമ്മൾ അവസാനിപ്പിച്ചു പോവും. അതായിരുന്നു തമ്പ്രാൻകുട്ടിയുടെ അവസ്ഥയും. ഇതൊക്കെ കൊണ്ടാണ് മുത്തശ്ശി ആ തറവാട് പൂട്ടിപ്പോയത്? അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും? 3 ദുർമരണങ്ങളാണ് അടുത്തടുത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ തമ്പ്രാൻകുട്ടിയുടെ സംഗീതത്തിൻ്റെ ഓർച്ച ഇപ്പോഴും ആ തറവാടിൽ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആത്മാവായിട്ട് പലരും കണ്ടു അത്രേ. ശരിക്കും ആത്മാക്കളെന്ന് പറയുന്നത് ഉണ്ടോ മുത്തശ്ശി? നമ്മൾ ഓരോ മനുഷ്യരും ഓരോ ആത്മാക്കളുടെ പുനർജന്മങ്ങളല്ലേ കുട്ടി. അതുകൊണ്ട് ആത്മാക്കൾ ഇല്ലാതെ വിശ്വസിക്കാനും പറ്റില്ല. ഉണ്ടാവും, ഉണ്ടാവണം. മുത്തശ്ശി, ആ തറവാട്ടിൽ ഇപ്പോഴും തമ്പ്രാൻകുട്ടിയുടെ ആത്മാവുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വെറുതെ അങ്ങോട്ട് പോയാൽ തമ്പ്രാൻകുട്ടി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ? പണ്ട് അമ്മ പറയാറുണ്ട്, ഭാനുവമ്മയെ പോലെ ആരെങ്കിലും ആ വഴി ചുവന്ന സാരിയും ചിലങ്കി ഇണങ്ങി പോയാൽ തമ്പ്രാൻകുട്ടിയുടെ പാട്ടോ തമ്പ്രാൻകുട്ടിയോ കാണാൻ പറ്റുമെന്ന്. കഥ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കുട്ടി. ദാ സന്ധ്യ ആവാറായി, പോണില്ലേ? അല്ലെങ്കിലും ഇവിടെ വന്ന സമയം പോകുന്നത് അറിയില്ല. എനിക്ക് പോകാൻ ടൈമായി. എനിക്ക് പോകാൻ തോന്നണില്ല മുത്തശ്ശി. പക്ഷേ ഇനി ഇരുന്ന അമ്മ ചീത്ത പറയും. മുത്തശ്ശി, എനിക്ക് ഈ കഥ ഒരുപാട് ഇഷ്ടമായി. കഥ മാത്രമല്ല, ആ തമ്പ്രാൻകുട്ടിയും എനിക്കിഷ്ടമായി. മുത്തശ്ശി ഈ കഥ എഴുതണം. ഞാൻ കാത്തിരിക്കും ഇത് വായിക്കാൻ. ഞാൻ പോവാണ് മുത്തശ്ശി, അടുത്ത ആഴ്ച കാണാം. നോക്കിപ്പോ. അറിയാം, നിനക്കിഷ്ടാവും. മുമ്പും നിനക്ക് തന്നെയായിരുന്നില്ലേ അയാളോട് ഇഷ്ടം? ഈശ്വര, കഥ കേട്ടിരുന്ന് ഞാൻ ഒരുപാട് വൈകിപ്പോയി. അമ്മ ഇന്നെന്നെ കൊല്ലും. അജുവേട്ടാ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ സ്റ്റോറിന്ന് അജുവേട്ടന് എന്താ മനസ്സിലായത്? തമ്പ്രാൻകുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ ഈ അജുവേട്ടനായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? പറയും. എന്തു ചെയ്യാൻ? ഭാനു പോയ ഭാനുവിൻ്റെ അനിയെത്തി. അല്ല പിന്നെ ഞാനെങ്ങും കെട്ടിത്തൂങ്ങി ചാവാനൊന്നും പോവില്ല. എന്ത് ദുഷ്ടനാ എൻ്റെ ഏട്ടൻ. ഞാൻ കരുതി നല്ല മനസ്സായിരിക്കുമെന്ന്. പോ അവിടുന്ന്. അജുവേട്ടൻ നോക്കിക്കോ, അജുവേട്ടന് ഏതെങ്കിലും കാമുമാർ തേച്ചിട്ട് പോയ കാമുകി കിട്ടും. ഇതെൻ്റെ ശാപം. ഞാൻ ആ മുത്തശ്ശി ഒന്ന് കാണട്ടെ. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നിന്നെ വഷളാക്കുന്നുണ്ട്. ഇത് കഥയൊന്നുമല്ല, ഒറിജിനൽ സ്റ്റോറിയാ. എനിക്കും അതുപോലത്തെ ഒരു തമ്പുരാൻകുട്ടിയെ വേണം. ഞാൻ കാത്തിരിക്കും, നോക്കിക്കോ. മോളെ ഭദ്രേ, ഏട്ടൻ ഇപ്പം തന്നെ 30 അടുക്കാറായി. ഇനിയും നീ ഇങ്ങനെ കാത്തിരുന്ന മൂത്ത് നിറച്ചു പോവും. നീ മാത്രമല്ല, നിന്റെ കൂടെ ഞാനും. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം. അയ്യടാ, ഏട്ടൻ വേണമെങ്കിൽ നേരത്തെ കെട്ടിക്കോ, എന്നെ കാത്തിരിക്കണ്ട. ഞാൻ എൻ്റെ തമ്പുരാൻകുട്ടിയെ കണ്ടുപിടിച്ചെത്തിയിട്ടേ ഞാൻ കല്യാണം കഴിക്കും. അതൊക്കെ പോട്ടെ, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞത് പ്രോമിസ് ആണല്ലോ. ഈ ന്യൂസ് ഞാൻ ഇവിടുത്തെ പത്രത്തിൽ ഇട്ടോട്ടെ? ഷുവറാണല്ലോ? ഈ കൊല്ലം വരണ്ടെന്നാ കരുതിയ. പക്ഷേ നീ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ ഏട്ടൻ എങ്ങനെയാണ് വരാതിരിക്കാൻ പറ്റുന്നത്? അടുത്ത ആഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. ഇത് എൻ്റെ വാക്ക, പോരെ? അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വരുമെന്ന്. ഓ, ജാട കണ്ടില്ലേ? അല്ലെങ്കിൽ ആര് കരഞ്ഞ് കാല് പിടിച്ചു? ഞാനൊന്നും കരഞ്ഞില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ബായ്. അസൂയ കണ്ടില്ലേ? ബായ് ബായ്, ഗുഡ് നൈറ്റ്. ഏട്ടൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കോ? കാമുകി മരിച്ചാലോ ഭാര്യ മരിച്ചാലോ വേറെ കല്യാണം കഴിക്കുന്ന ആൾക്കാരല്ലേ ഈ ലോകത്ത്? ഭഗവതി, എനിക്ക് തമ്പുരാൻകുട്ടിയെ പോലൊരു ചെക്കനെ വേണം. എന്നെ മാത്രം സ്നേഹിച്ച് എൻ്റെ കൂടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഇന്ന് ലേറ്റായിട്ടാ. ഛേ, കുട്ടികൾ എന്ത് വിചാരിക്കും? ഡാൻസ് ആണെങ്കിൽ ഞാൻ ഏറ്റവും പോയി. അമ്മ, പ്രാതൽ ഞാൻ വന്നിട്ട് കഴിച്ചോളാം, ഇപ്പൊ വേണ്ട. അതെനിക്കറിയാലോ. ഇനിയിപ്പോ ഉച്ചയ്ക്കും കാണില്ല. രാത്രി കഴിച്ചു എന്ന് വരുത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഈ കുട്ടി ഈ പോക്കാണെങ്കിൽ കാലുണ്ണ കല്യാണം ഏമന്നതി സ്വയംവരം മനോഹരം രാനുണ്ണ വൈഭോഗം ഇടുവണ്ടിതി
ക്ഷണം മറോവരം വിടുവനി മുടീധി കഥ മൂകിൽ പോലെ നീ കാഥക തരമുന പാട്ടുക കരകനി പാട്ടക. ഭദ്രേ, അജുവേട്ടൻ വന്നിട്ടുണ്ടെന്ന്. അജുവേട്ടൻ എത്തിയെന്നോ? എന്നോട് അടുത്ത ആഴ്ച ഇന്നലെ പറഞ്ഞു. അപ്പോൾ പറ്റിച്ചതല്ലേ? ശരിയാക്കി തരാം ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഇനിയിപ്പോൾ നേരായ വഴി കൂടെ പോകണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഈ തറവാടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. ഈശ്വര, ചെറിയൊരു പേടിയില്ലേ? കുഴപ്പമില്ല, ഒറ്റ ഓട്ടത്തിന് തറവാട്ടിലെത്താം. ഇയാള് എവിടെ നോക്കിയാ നടക്കുന്നേ? ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ താഴെ കിടന്നേനെ രണ്ടാളും. ആ സമയത്ത് ഈ തറവാടിൻ്റെ മുന്നിൽ കൂടെ നടക്കരുതെന്ന് കുട്ടിക്ക് അറിയില്ലേ? തറവാട്ടിലോട്ട് ചെല്ലുക. അത് ആളവിടെ പോയി. ആ തറവാട്ടിലാണോ കയറിപ്പോയത്? ഇത്ര പെട്ടെന്ന് ആളങ്ങോട്ട് പാഞ്ഞു പോയി. ഭദ്ര, ദാ വരുന്നു, എത്തി. ഈ അമ്മയുടെ ഒരു കാര്യം. ശരി, 2 വർഷം കഴിഞ്ഞ് കാണുക. പെങ്ങളെ വന്ന് സംസാരിച്ചിട്ട് കഴിക്കണമെന്നില്ല, നേരെ അങ്ങ് കയറിയിരുന്നു അല്ലേ? നിന്നെ പോലെയാണോ എല്ലാവരും? നിനക്ക് വായു മാത്രം ഭക്ഷിച്ചാൽ മതി, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അവൻ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഭദ്ര. ഞാൻ എത്ര നേരം നിന്നെ കാത്തിരുന്നു എന്നറിയോ? പിന്നെ അമ്മയുടെ ഭക്ഷണത്തിൻ്റെ മണം അടിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടി. ഞാൻ വെറുതെ പറഞ്ഞത്. ഏട്ടൻ കഴിക്ക്, ഞാനിവിടെ ഇരിക്കാം. അല്ല, ഇവളെന്തായി ആലോചിക്കുന്നത്? ആരായിരിക്കും അയാൾ? അയാളെന്തിനായിരിക്കും പൂട്ടിക്കിടക്കുന്ന തറവാട്ടിലോട്ട് കയറിപ്പോയത്? ഇനി മുത്തശ്ശി പറഞ്ഞ പോലെ ഭാനുവമ്മയെ പോലെ ചുവന്ന സാരിയും ചിലങ്കി അണിഞ്ഞ് അതുവഴി ആരെങ്കിലും പോയാൽ തമ്പ്രാൻകുട്ടിയുടെ പാട്ടോ തമ്പ്രാൻകുട്ടിയെ കാണാൻ കഴിയുമെന്ന്. ഇനിയിപ്പോൾ ഈശ്വര, ഞാൻ കണ്ടത് തമ്പ്രാൻകുട്ടിയായിരിക്കുമോ അത്? വാ തുറന്നു വെച്ച് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട്. വായും കണ്ണും തുറന്നു വെച്ച് ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്തോ. ഡി ഭദ്ര, എന്താലോചിക്കുക? ഒന്നുമില്ല. ഏട്ടൻ കഴിച്ചോ? ഏട്ടന് ഈ ആത്മാക്കളെ വിശ്വാസമുണ്ടോ? അമ്മ, ഞാൻ ഓരോ തവണ വരുമ്പോഴും ഇവളുടെ വട്ട് കൂടുവാണല്ലോ. ഇതിനൊരു അന്ത്യം ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഭ്രാന്തായ പെങ്ങളുള്ള കാരണം എന്നെ കല്യാണം നടക്കില്ല. ഞാൻ അവിടെ നിന്ന് എന്നെ പെണ്ണ് കിട്ടും, നോക്കിക്കോ. ഏട്ടാ മതി, ഭ്രാന്ത. ഞാൻ സമ്മതിച്ചു, പോരെ. എന്നോട് ഇനി ആരും മിണ്ടണ്ട. ഞാൻ പോവോ കിടക്കാൻ? എനിക്കൊന്നും കഴിക്കാനും വേണ്ട. എന്താ ചോദിച്ചു? അവളെ പണിക്ക് വിട്ടപ്പോൾ സമാധാനമായോ? നമ്മൾ പറയുമ്പോൾ അല്ല, നീ പറയുമ്പോൾ അവൾക്ക് പെട്ടെന്ന് വിഷമാവും. ആ വിഷമമൊക്കെ മാറ്റാൻ എൻ്റെ കയ്യിലുണ്ട് അമ്മ മരുന്ന്. അതുകൊണ്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോൾ ശരിക്കും അത് തമ്പ്രാൻകുട്ടിയായിരിക്കോ? ഞാൻ ചുവപ്പ് പട്ടും ചിലങ്കി അണിഞ്ഞല്ലേ അവളെ കൂടെ വന്നത്? മുത്തശ്ശി പറഞ്ഞ പോലെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിരിക്കോ? എന്നെ തട്ടിയത് എനിക്കറിയാൻ പറ്റിയല്ലോ. ആത്മാക്കൾക്ക് തൊടാൻ പറ്റുമോ? നമ്മളെ ആത്മാക്കളെ കാണാനോ സംസാരിക്കാനോ മാത്രമല്ലേ പറ്റൂ, തൊടാൻ പറ്റുമെന്ന് ഞാൻ എങ്ങും വായിച്ചിട്ടില്ലല്ലോ. ഇവളുടെ ഒരു പിണക്കം ഇന്ന് തീർത്തു കൊടുക്കാം ഞാൻ. ഹലോ, പിണക്കമാണല്ലേ? അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊക്കെ പുറത്താർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ എങ്ങാനും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച പിന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ജീവനോടെ പോവാന്ന് കരുതണ്ട കേട്ടോ. ഓവേ, അറിയാവേ. അല്ല, എന്താ ആലോചിക്കുന്നത്? അല്ല, നീ എന്നോട് എന്തോ ചോദിച്ചില്ലേ? എന്തോ ആത്മാവോ അങ്ങനെ എങ്ങാണ്ടോ? ഓ അത് വേറൊന്നുമല്ല. ആ ചേട്ടന് ആത്മാക്കളുണ്ടെന്ന വിശ്വാസമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് തൊടാൻ കഴിയുമോ? ആത്മാക്കളെ നമുക്ക് തൊടാൻ കഴിയില്ലല്ലോ. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ആര് പറഞ്ഞു ആത്മാക്കളെ തൊടാൻ കഴിയില്ല എന്ന്? തൊടാനൊക്കെ പറ്റും, അത് അവർ തീരുമാനിക്കണം. നല്ല മനസ്സോടെ മരിച്ചു പോകുന്ന ആത്മാക്കളുണ്ടാവുമല്ലോ, ഒരുപാട് സങ്കടപ്പെട്ട്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളവരെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അവർക്ക് അനുവാദം ഉണ്ടെങ്കിൽ അവരെ തൊടാനും കഴിയുമെന്ന് പണ്ടെപ്പോഴോ സാവിത്രി മുത്തശ്ശി പറഞ്ഞൊരു ചെറിയ ഓർമ്മ. അല്ല, ഇപ്പോൾ എന്തിനാ നീ ഇതൊക്കെ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചതാ. അപ്പോൾ അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ നമ്മളെ തൊടാൻ കഴിയും. ഈ പൊട്ടിപ്പെണ്ണ് പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? ഇന്ന് രാത്രി എന്തായാലും ഇത്രയും മതി. അതെ, ഞാൻ പോവുക. ഏട്ടൻ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇപ്പോൾ റെസ്റ്റ് എടുത്തോ. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ ആത്മാവിനെ ഒന്നും ആലോചിച്ച് ഓർക്കാൻ കളയരുത്, മനസ്സിലായോ? കിടന്നുറങ്ങിക്കോ. നീ
നീ അറിയാ യാത്രയുണ്ടോ നീ അണയും ഞാൻ അയാളല്ലേ സ്വപ്നം കണ്ട? അയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടാവോ? പോയി വരുവോളം പുറത്ത് നല്ല മഴയുടിയാണല്ലോ. അമ്മ, ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ പോവാട്ടോ. എനിക്ക് ക്ലാസ്സിന് സമയമായി. അച്ഛാ, ഞാൻ ഇറങ്ങുവാന്നേ. അതെ, അജു ഉണ്ട്. നേരത്തെ വരാൻ നോക്കൂ, ഇല്ലെങ്കിൽ അവന് ബോറടിക്കും. ഭദ്ര വന്ന് അവിടെ നിന്ന് അച്ഛനൊരു കാര്യം പറയണം. എന്താ പറയട്ടാ, പറഞ്ഞോ. ഇന്നലെ അജു വന്നു എന്നറിഞ്ഞ് നീ വെപ്രാളത്തിൽ ഓടി വന്നത് പഴയ തറവാടിന്റെ മുന്നിൽ കൂടിയായിരുന്നു അല്ലേ? അത് അച്ഛാ, ഞാൻ ഇനി ക്ലാസ് കഴിഞ്ഞ് ലേറ്റ് ആയാൽ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഞാൻ അങ്ങോട്ട് വിടാം. ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട. ശരി അച്ഛാ, എന്നാൽ ഞാൻ പോവാന്നേ. അച്ഛന് എന്തൊക്കെയോ സംശയമുണ്ടോ? ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു കൊടുത്തതായിരിക്കും. ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണമെന്ന് അച്ഛനറിയോ? ക്ലാസ് ഉള്ളതുകൊണ്ട് അച്ഛൻ എന്തായാലും അറിയാൻ പോകുന്നില്ല. ഏതായാലും അവിടെ വരെ ഒന്ന് പോകണം. അയാൾ അതിനകത്തുണ്ടോയെന്ന് അറിയണം. ഉണ്ടെങ്കിൽ ആരാന്നറിയണം. ഇവിടെ ഒരു സൗണ്ടും ഇല്ലല്ലോ. ഉള്ളിലൊക്കെ പുറത്ത് കാണുന്ന പോലെ അല്ലല്ലോ, നല്ല ക്ലീൻ ആണല്ലോ. ഇവിടെ ആരോ താമസിക്കുന്നുണ്ടോ? അപ്പോൾ ആരായിരിക്കും അയാള്? മംഗലംകുന്നത്തെ അഗ്നിപത്രിക്ക് മുതിർന്നവർ പറയുന്ന കേൾക്കുന്ന ശീലമില്ല അല്ലേ? ഇങ്ങോട്ടേക്ക് വരരുതെന്നല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ്? അസമയത്ത് ഇങ്ങോട്ട് നടക്കരുന്നല്ലേ പറഞ്ഞ? ഇതിപ്പോ അസമയല്ലല്ലോ, അതുകൊണ്ടാ വന്നത്. ഇവിടുന്ന് പൊക്കോ. ഞാനല്ലാതെ ഇവിടെ ആരും നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോവാ. അതിനു മുന്നേ എനിക്ക് ആരാന്നറിയണം. എന്റെ പേര്. ഇവിടെയാണോ താമസിക്കുന്നത്? ആരാ നിങ്ങള്? ഭഗവതി, ഇയാളുടെ കണ്ണു നേരെ നോക്കാൻ പറ്റുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. അധികം ഇവിടെ നിൽക്കണ്ട. പോയാലും ഞാൻ ഇനിയും വരും. എന്നോട് പേര് പറയാതിരുന്ന ഞാൻ വീണ്ടും വരും. എൻ്റെ പേര് രുദ്രദേവ്. വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ഈ തറവാട്ടിലെ തമ്പുരാൻകുട്ടിയാണോ ഇത്? അത് തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. അപ്പോൾ ആത്മാവാണല്ലേ? എനിക്ക് ആത്മാക്കളോട് മുന്നേ സംസാരിച്ച ശീലമില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ? തനിക്ക് എന്നെ പേടിയില്ലേ? താനിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനെന്തിനാ പേടിക്കുന്നത്? ഓരോ ആത്മാക്കളുടെയും പുനർജന്മങ്ങളല്ലേ ഞങ്ങൾ മനുഷ്യര്, പിന്നെന്തിനാ? തനിക്ക് ഒട്ടും പേടിയില്ലെങ്കിൽ തൊട്ടോ. ശരിക്കും മനുഷ്യനെ പോലെ തന്നെ. സംശയം തീർന്നില്ലേ? ഇനി പൊക്കോ. ഇനി ഇങ്ങോട്ട് വരരുത്. എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്. താൻ ഇവിടുന്ന് ചെല്ല്. ഞാൻ ആരോടും പറയില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇയാളെ വന്ന് കാണാനുള്ള അനുവാദം തരണം. ഞാൻ ഇനിയും ഇങ്ങോട്ട് വരും. വരരുതെന്ന് മാത്രം പറയരുത്. അനുവാദോ? കുട്ടി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? അത് അറിയില്ല, പക്ഷേ എനിക്കെന്തോ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി. വന്നോ. പക്ഷേ ആരോടും ഒന്നും പറയരുത്. എനിക്ക് മാത്രം ഇങ്ങോട്ടേക്ക് വരാം. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എന്നാ ഞാനിപ്പോൾ പോട്ടെ. നമുക്ക് പിന്നൊരിക്കൽ കാണാം. ഞാനിനി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നീ കൂടെ വാ. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവിടാം ഞാൻ. ബാംഗ്ലൂരിലേക്ക് ഞാനെങ്ങും വരുന്നില്ല. ഞാനിവിടെ തന്നെ നിൽക്കും. എനിക്ക് ഈ നാടും ഈ നാട്ടുകാരും അച്ഛനും അമ്മയൊക്കെ മതി. നല്ല കഥ അജു. നിനക്കറിയോ, പുറത്തുനിന്ന് എന്ത് നല്ല ആലോചനയാ ഇവക്ക് വരുന്ന. ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ ഇവള്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് നോക്കണ്ട ഏട്ടാ. നമുക്ക് നാട്ടിൽ തന്നെ ഒരു ചെറുക്കനെ നോക്കി കൊടുക്കാം. വയസ്സ് പോകുന്നുണ്ട്, 25 ആവാറായി. ആലോചിക്കാനോ? ഞാനിപ്പോഴും കുഞ്ഞാ. കല്യാണ പ്രായമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്നെ ഇപ്പോൾ ആർക്കും കെട്ടിക്കണ്ട. ഞാൻ റൂമിലോട്ട് പോവാം. ഗുഡ് നൈറ്റ്. നവരസങ്ങൾ ഒരുപാട് പഠിച്ച മുഖത്ത് ഈ രസം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അഗ്നിപത്രിക്കും നാണം വരുമല്ലേ? അത് പിന്നെ കല്യാണം എന്ന് കേട്ട എല്ലാ പെൺകുട്ടികൾക്കും ഇത് തന്നെയാ അവസ്ഥ. അച്ഛൻ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാനുള്ള പ്രായം ആയോ എനിക്ക്? അങ്ങനെയെങ്കിൽ
ഞാൻ ആരെയായിരിക്കും കല്യാണം കഴിക്കുക? എന്നെ ആരെയായിരിക്കും കെട്ടാൻ വരുന്നുണ്ടാവുക? ആരായാലും എനിക്ക് ആ തമ്പുരാൻകുട്ടി പോലെ നല്ല സുന്ദരം മതി. ആ കണ്ണുകൾ കണ്ടില്ലേ? ഭാനുമ്മയ്ക്ക് വെറുതെയല്ല അയാളോട് ഇഷ്ടം തോന്നിയത്. നീയില്ലാ ജന്മമുണ്ടോ, നീ അറിയാ യാത്രയോ. ഞാൻ കല്യാണമല്ലേ സ്വപ്നം കണ്ടത്? അത് ആരുടേതായിരുന്നു? ഒരു ചിന്തണ ചോലകൾ ചെന്താരകൾ രുദ്ര, തനിക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കില്ലേ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് തനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? താൻ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവരറിഞ്ഞ തന്നെ ഇങ്ങോട്ട് വരരുതെന്ന് വിലക്കില്ലേ? വീട്ടിൽ പറഞ്ഞിട്ട് വരാനോ? നല്ല കഥ. അച്ഛനറിഞ്ഞ എന്നെ പിന്നെ പുറത്തിറക്കില്ല. ആരോടും പറയാതെയാ വരുന്ന. വരണ്ടാന്ന് വിചാരിച്ചതാ, പക്ഷേ എനിക്കെന്തോ കാണണമെന്ന് തോന്നി. അതാ വീട്ടിൽ പോലും പോവാതെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ഭദ്രയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി നൃത്തം ചെയ്യോ? കുറച്ചു നേരം മതി. അതിനെന്താ, ഞാൻ കളിക്കാലോ. രുദ്ര, ഭാനു നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. നല്ല സുന്ദരിയായിരുന്നു. ആ കുട്ടിയോട് മാത്രമേ തനിക്ക് സ്നേഹം തോന്നൂ, വേറെ ആരോടും അങ്ങനെ തോന്നില്ല? തനിക്ക് വിഷമമായോ? ഇല്ല, ഭദ്ര പൊക്കോ. പിന്നെ തൻ്റെ നൃത്തം വളരെ മനോഹരമായിരുന്നു. താങ്ക്സ്. പിന്നീട് അങ്ങോട്ട് ഭദ്ര എന്നും അവിടെ വരാൻ തുടങ്ങി. ഭദ്രയ്ക്ക് അവള് പോലും അറിയാതെ ഒരു വല്ലാത്ത ആത്മബന്ധമായിരുന്നു രുദ്രനോട്. ഒരു മനുഷ്യനോട് പെരുമാറുന്ന പോലെ തന്നെയായിരുന്നു ഭദ്ര ആ ആത്മാവിനോട് പെരുമാറുന്നത്. അവൾക്ക് വല്ലാതെ നിഷ്ഠായി ആത്മാവിന്. പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതെൻ സ്വരം. എന്തിനാ രുദ്രൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ടാണോ എന്നെ കാണുന്നത്? ഞാൻ തറവാട്ടിലോട്ട് പോവുക. ഇവിടെ നിന്ന് ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ല. അതിന് രുദ്രനെ വേറെ ആർക്കും കാണാൻ കഴിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ്, താൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിക്കും. തനിക്ക് എന്തെങ്കിലും അസുഖം. വെറുതെ എന്തിനാ? ഞാൻ പോവുക, പിന്നെ കാണാം. അല്ല, ഏട്ടനിതെങ്ങോട്ടാ പോകുന്നത്? ഇതെന്താ കയ്യില് പാത്രം? ഫുഡാണോ? പുറത്താരോ വന്നിട്ടുണ്ടെന്ന് അമ്മ ഇത് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. കഴിക്കാനായിരിക്കും. അല്ല, നീ എന്താ ഇത്ര നനഞ്ഞിരിക്കുന്നു? അത് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇന്ന് തന്നേക്കട്ടെ, ഞാൻ കൊണ്ടു കൊടുക്കാം. പുറത്തല്ലേ നിൽക്കുന്നത്? ആദ്യം തല ഒന്ന് നന്നായിട്ട് തുടക്കി. വല്ല അസുഖം പിടിക്കും. ഇത് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. ഒരു ചിന്തണ ചോലകൾ ചെന്താരകൾ ഈശ്വര, എന്നെ ആരും കാണല്ലേ. ചോദയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ കരിന്തേളുകൾ വള്ളികരാ. മഹി, ഞാനാ അജുവ. നീ എവിടെ? പുറത്തേക്ക് വാ. ഞാനിവിടെ ഉണ്ട്. ഇതാ ഫുഡ് കഴിക്ക്. എങ്ങനെയുണ്ട്? വല്ല മാറ്റവും? അജു, എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന്. കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ അവസാനം ഉണ്ടാവുമെന്ന്. അതൊക്കെ പോട്ടെ, ഭദ്രയ്ക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയോ? ഇഷ്ടം തോന്നി തുടങ്ങി. പക്ഷേ അത് എന്നോടല്ല, മഹിയോടല്ല അവൾക്കിഷ്ടം, രുദ്രനോടാ. അതാ ഞാൻ. രുദ്രനോടോ? എടാ പൊട്ട, അയാൾ മരിച്ചു പോയില്ലേ? അയാളോടല്ലോ അവൾ നിന്നോടല്ലേ സംസാരിക്കാൻ എടുക്കുകയും ചെയ്യുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അപ്പോൾ ശരിയാവില്ലേ? ഞാൻ തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിക്കുക. പൊക്കോ. എന്നിട്ടെന്തിനാ സ്വപ്നം കണ്ട് ആ പടങ്ങളൊക്കെ ഏതെങ്കിലും കടലാസിൽ വരച്ച് ഇങ്ങനെ ജീവിക്കാനാണോ? നീ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്? അച്ചു, നീ പറയുന്നത് ശരിയാ. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും
അസൂയ കണ്ടില്ലേ? ബൈ ബൈ, ഗുഡ് നൈറ്റ്. എന്തിനാടാ അവളോട് ദേഷ്യപ്പെട്ട? കുറച്ചു നേരം കൂടി സംസാരിക്കായിരുന്നില്ലേ? എന്നാൽ എനിക്ക് കുറച്ചുകൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. എൻ്റെ പൊന്നു മഹി, നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചുരുക്കി സ്നേഹിച്ചോ. അവൾ അത് അറിയുന്ന പോലുമില്ല. അവളുടെ സ്വഭാവം വെച്ച് അതറിയാനും പോകുന്നില്ല. ഇതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല അജു. ഏട്ടന് ബദ്രി കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കല്യാണം കഴിക്കില്ല. മായ, അവരുടെ കാര്യം പോലെയാണോ നമ്മുടേത്? നമുക്ക് പരസ്പരം അറിയാം, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ ആരാന്ന് പോലും അവർക്കറിയില്ല. ആ സ്ഥിതിക്ക് അവരുടെ കാര്യം ഞാൻ എങ്ങനെ പറയാൻ? അതെ, നമ്മുടെ കാര്യം പോലെ അല്ല അവരുടെ കാര്യം. നമ്മൾ പരസ്പരം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. നിങ്ങളുടെ പെങ്ങളെ കാണാതെ 15 വയസ്സ് തൊട്ട് ഏട്ടൻ സ്വപ്നത്തിലൂടെ മാത്രമാണ് സ്നേഹിക്കുന്നത്. മായ, അതൊക്കെ എനിക്കറിയാമെന്നുള്ളതല്ലേ. അവൻ വരച്ച പടങ്ങളൊക്കെ കണ്ട് ഞാനും ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. പക്ഷേ ഒരു പക്ഷേയില്ല. ഏട്ടന് അവളോടുള്ള സ്നേഹം എത്രയെന്ന് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ കാര്യം നടന്നാലേ നമ്മുടെ കാര്യം നടക്കും. അതിലിനി ഒരു മാറ്റവും ഇല്ല. ബെസ്റ്റ്. അപ്പോൾ എല്ലാം നടന്ന പോലെ തന്നെ. അവളെ കണ്ടില്ലേ? അവൾ ഒന്നാമത്തെ കാര്യം ആ നാട് വിട്ട് പുറത്തു പോവില്ല. വേറൊരു കാര്യം, അവളിപ്പോൾ ഏതോ തമ്പ്രാൻകുട്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴാ ഇവൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്ന. ഭദ്രയ്ക്ക് നാട് വിട്ട് വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഏട്ടൻ ഭദ്രയുടെ നാട്ടിൽ പോട്ടെ. എന്നിട്ട് അവളെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ. അവൾ പഠിക്കുന്ന കാലത്ത് 4-5 ചെക്കന്മാരെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടുണ്ട് ഇഷ്ടം പറഞ്ഞ് വന്നതിന്. നിൻ്റെ ഏട്ടനെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവളെ കൈപ്പെട്ട് ചാവണേനേക്കാളും നല്ലത് ഇവൻ എൻ്റെ നല്ല സുഹൃത്തായിട്ടിരിക്കുന്നതാ. മഹി, നീ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാമെന്നുള്ളതല്ലേ അവളുടെ സ്വഭാവവും. അജു, നീ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ നാട്ടിൽ പോകുന്ന? അല്ല, അത് മാറ്റിയേക്ക്. നാളെ തന്നെ പോകണം. നാളെ തന്നെ ഒന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ പോവുള്ളൂ. അല്ല, നാളെ തന്നെ പോവും. നിൻ്റെ കൂടെ ഞാനും വരും. മഹി, ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. അത് വേണോ? വേണം. മര്യാദയ്ക്ക് നിൻ്റെ പെങ്ങളോട് ഇഷ്ടം പറഞ്ഞാൽ നടക്കില്ല. അവൾ പറഞ്ഞ കഥ നീ കേട്ടില്ലേ? ഇപ്പോൾ അവൾ ആ കഥയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ കാത്തിരിക്കുന്ന തമ്പുരാൻകുട്ടി ഞാൻ തന്നെ അങ്ങ് ആവാം. എനിക്കിനി അവളെ വിട്ടുകളയാൻ പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ തേടി പിടിച്ചെടുത്തത്. മഹി, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇല്ല ജോ, ഇനി 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 കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് കാണണം ഭദ്രയെ. ഇതാ ഞങ്ങളുടെ പഴയ തറവാട്. അവളുടെ തമ്പുരാൻകുട്ടി തൂങ്ങിച്ചെത്തെന്ന് പറഞ്ഞില്ലേ, അതിവിടെ തന്നെയാണ്. പിന്നെ നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. മഹി, നീ വേറെ ഒന്നും ആലോചിക്കേണ്ട. അവളെ നിനക്ക് ഇഷ്ടമല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ കൂടെ ഇവിടെ വന്നത്. നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ഇപ്പോൾ തോന്നുക നന്നായി എന്ന്. അവളെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. ഒരു കാര്യം ചെയ്യ്, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് എല്ലാം തുറന്നു പറയണം. വർഷങ്ങളായിട്ട് നീയാണ് അവളെ കാത്തിരിക്കണേന്ന് അവൾ അറിയണം. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നോക്കിക്കോ. അറിയില്ല അജു, അവൾക്ക് ചിലപ്പോൾ എന്നെ അംഗീകരിക്കാൻ പറ്റുമോ? അതാ എൻ്റെ ഉള്ളിലിപ്പോൾ. അതൊക്കെ വിട്. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. നാളെ ഭദ്രയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അത് നിന്നെ അറിയിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ എത്തും തറവാട്ടിൽ. ഭദ്രയെ പെണ്ണ് കാണാനോ? എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിൻ്റെ വീട്ടിൽ എന്തിനാ ഇപ്പോഴും അവളെ പിടിച്ച് കെട്ടിക്കുന്നേ? അതെ മോനെ, അവൾക്ക് 25 ആവാറായി. ഇത് വളരെ ലേറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവൾക്കറിയില്ല, അതാ നിന്നോട് പറയാത്ത. അവളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവൾ മുങ്ങും. അതുകൊണ്ട് അവളറിയാതെയാണ് വച്ചിരിക്കുന്നത്. അജു, ഭദ്ര. ഹേയ്, നീ ടെൻഷൻ അടിക്കണ്ട. കല്യാണമല്ലല്ലോ, പെണ്ണാണല്ലേ. നമുക്കതെങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാം. നീ സമാധാനമായിട്ടിരുന്ന് കഴിക്ക്. എന്നാൽ ശരി മഹി, ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഭദ്രയ്ക്കെങ്ങാനും സംശയം തോന്നിയാൽ തീർന്ന്. നീ സമാധാനമായിട്ടിരിക്കേ. ഉണ്ടായിരുന്ന കുറച്ച് സമാധാനം കൂടെ കളഞ്ഞിട്ട് തേണ്ടി. വേഗം പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം ഒന്ന് റെഡിയാവാൻ. ഞാൻ പെണ്ണിൻ്റെ അമ്മയല്ലേ. കല്യാണി, നീ ഇപ്പോൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും സുന്ദരി തന്നെ. അതൊക്കെ പോട്ടെ. നീ മോളെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരുടെ മുന്നിലെത്തിക്കണം. ഇതെങ്കിലും നടന്നില്ലെങ്കിൽ അവർ വരുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആലോചന പോലെ അവൾ ഇവിടെ നിന്ന് മുങ്ങും. അത് ശരിയാവില്ല.
മുമ്പ് നടന്ന ആലോചന പോലെ അല്ല ഇത് കല്യാണി. ഇത് രാമകണിയെ കൊണ്ടുവന്നതാ. അത്രയും ഉത്തമമാ. ഇത് മുടങ്ങാൻ നമ്മളായിട്ടൊരു ചാൻസ് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവര് വരാറാകുമ്പോഴത്തേക്ക് അവളെ ഒരുക്കി നിർത്താന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് മുങ്ങും. ആരോട് ചോദിച്ചിട്ടാ എന്നെ പെണ്ണാണ് നീ വീട്ടിൽ ആളെ വരുന്നത്? എന്നോട് ചോദിച്ചോ? എനിക്കിപ്പോൾ ആരെയും കാണണ്ട. ഞാൻ ആരുടെ മുന്നിൽ നിൽക്കുകയില്ല. നിന്നെ പെണ്ണാണ് പറഞ്ഞെങ്കിൽ അത് വേറെ ആരോടൊന്നും ചോദിക്കണോ? നിന്റെ മാതാപിതാക്കളായ ഞങ്ങൾ അറിഞ്ഞു, അത്രയും മതി. ഓ ആണോ? എന്നാ അച്ഛനും അമ്മയും ഒരുങ്ങിക്കിട്ടി അങ്ങ് നിന്നാൽ മതി. ഞാൻ നിൽക്കില്ല. ഞാൻ പോലും അറിയാത്ത ചടങ്ങല്ലേ. എന്നാൽ ഞാൻ അവിടെ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ നിൽക്കില്ല. ഭദ്രേ മോളെ, എന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞ 4 ആലോചനയും ഇതുപോലെയാണ് നീ മുടക്കിയത്. അവരുടെ മുന്നിൽ വന്നുമില്ല, അവസാനം നാണം കിട്ടു. ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ? ജസ്റ്റ് ഒന്ന് വന്ന്. ഇല്ല അച്ഛ, ഭദ്ര കല്യാണം കഴിക്കുന്ന ഉറപ്പുള്ള ആളുടെ മുന്നിൽ മാത്രമേ കെട്ടി ഒരുങ്ങി വരൂ. അതിന് ഇനി ആരും നിർബന്ധിക്കേണ്ട. കണ്ടില്ലേ അഹങ്കാരം? അതിന് നീ വന്ന് അവനെ കണ്ടാലല്ലേ നിനക്കറിയോ ഇഷ്ടമായോ ഇല്ലേന്ന്. അല്ലാതെ എങ്ങനെ നിനക്കറിയാം? ഇങ്ങനെ പോയാൽ ഒരു കല്യാണവും നടക്കില്ല. നീ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? നിനക്കിനി ഏതെങ്കിലും രാജകുമാരൻ വരുമോ? പ്രായം എത്ര എന്ന വിചാരം കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ ഭദ്ര? അതെ, രാജകുമാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. പോരെ? എന്താ ഇത് ഭദ്ര? നീ റൂമിൽ പോ. മതി, നമുക്ക് റൂമിൽ നിന്ന് സംസാരിക്കാം. അമ്മ എന്താ ഇത്? ഏട്ടൻ പറഞ്ഞോണ്ട് ഞാനിപ്പോൾ റൂമിൽ പോവുക. പക്ഷെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന ആരും കരുതണ്ട. നിൽക്കില്ല ഞാൻ. കണ്ടില്ലേ ബാലേട്ട, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും കുലുക്കമുണ്ടോ? പേടിയുണ്ടോ അവൾക്ക്? എന്നെ വഷളാക്കി വളർത്തി ഇല്ലാതാക്കി വച്ചിക്കുക. എന്താ അമ്മ ഇത്? പെണ്ണ് കാണാൻ അവൾ നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. അവൾ നിൽക്കും. പോരെ? ഞാനല്ലേ പറയുന്നത്. അവൾ വരും. അമ്മ ടെൻഷൻ അടിക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. എന്നോട് ചോദിക്കാതെ എൻ്റെ പെണ്ണ് കാണല്ലോ. നോക്കിക്കോ. ഏട്ടനോടും പിണക്കാണോ നീ? അല്ല, എന്തിനാ നീ ഇത്രയും വാശി കാണിക്കുന്നത്? അവർ വന്ന് കണ്ടിട്ടങ്ങ് പൊക്കോട്ടെ. പറ്റില്ല ഏട്ടാ. അങ്ങനെ കാണുന്നവരെ മുന്നിലൊന്നും അണിഞ്ഞൊരു നിൽക്കാൻ എന്നെ കിട്ടില്ല. എനിക്കിഷ്ടമല്ലാതെ എന്നെ നിർബന്ധിപ്പിക്കരുത്. എന്താ ഭദ്ര നിൻ്റെ പ്രശ്നം? നിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏട്ടനോട് തുറന്നു പറ. ഏട്ടന് സമ്മതമല്ലേ നിനക്ക് ആരെ ഇഷ്ടമാണെങ്കിലും? എൻ്റെ ഉള്ളിലോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ തയ്യാറല്ല, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, ആരുമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മോൾ ഇന്ന് അവരുടെ മുന്നിൽ വരണം. അച്ഛൻ നമുക്ക് വേണ്ടി ആരെ മുന്നിലും താഴാൻ പാടില്ല. അച്ഛൻ ഓൾറെഡി അവർക്ക് വാക്ക് കൊടുത്തതാ. മോള് കാരണം അച്ഛൻ അറിയാലോ. അച്ഛനെ വെറുതെ നമ്മളായിട്ട് വിഷമിപ്പിക്കരുത്, മനസ്സിലായോ? ശരി, ഞാൻ ഒരുക്കി കെട്ടി നിൽക്കാം. പക്ഷേ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. അതിനെന്നെ നിർബന്ധിപ്പിക്കരുത്. വെറുതെ അല്ല അമ്മ പറഞ്ഞ അഹങ്കാരിന്ന്. അഹങ്കാരി തന്നെയാ. ആഹാ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നെ അഹങ്കാരിന്ന് വിളിച്ചോലെ ഇവരെ ഞാനിന്ന്. ഓ എൻ്റെ ഭദ്രേ, ഒന്ന് അടങ്ങ്. ഇപ്പോൾ റെഡി ആവടി. ബാലേട്ടാ, ടൈം ഒരുപാട് പോകുന്നുണ്ടല്ലോ. രാവിലെ വരാമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞല്ലോ. ഞാനും അതാ നോക്കുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ. ഇനി അവർക്ക് ഇന്നിനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ലേറ്റ് ആവുന്നത്. ഒന്ന് മിണ്ടാതിരിക്കട്ടെ. ആ പെണ്ണെങ്ങാനും കേട്ടാ പിന്നെ ഇനി അത് മതി. ഞാൻ അവരെ വിളിച്ചു. അവർ ഇറങ്ങാൻ നേരത്ത് അവരുടെ അമ്മാവിനൊരു നെഞ്ചുവേദന. അതുകൊണ്ട് അവർക്ക് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് തോന്നി കെട്ടി ഒരുങ്ങി അടുക്കള പടിയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കണ കണ്ടപ്പോഴേ തോന്നി ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും മുടങ്ങാൻ. എന്തായി? വിചാരിച്ച പോലെ സംഭവം മുടങ്ങിയോ? പതുക്കെ അടിച്ചൻ്റെ അടുത്ത് പോയിരിക്കാം. അതിന് മുടങ്ങി നേരെ പറഞ്ഞ അവര് ഭദ്രയുടെ ഫോട്ടോ കണ്ടു. അവർക്ക് നേരിട്ട് കാണണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് കല്യാണം കഴിക്കാനാണ് താല്പര്യം. ചെക്കന് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നത്. എന്റെ അഭിപ്രായം നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കച്ച. ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പോലും സമയമില്ലാത്തവരാണോ ഇനി കല്യാണത്തിന്? എന്തായാലും നമുക്കിത് വേണ്ട അച്ഛ. അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്ക്. അത് നീ തീരുമാനിച്ചാൽ മതിയോ? ഇത് മതി. ഈ കല്യാണം നടക്കും. ഞാൻ നടത്തും. ഈശ്വര, അടുത്ത യുദ്ധം തുടങ്ങാറായല്ലോ. അതെ, നടക്കും. ചെക്കൻ ആ കോന്തനും പെണ്ണ് ഇവിടുത്തെ കല്യാണിക്കുട്ടിയും. എന്തായാലും ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂന്ന്. ഒന്ന് വന്ന് കാണാൻ പോലും താല്പര്യമില്ലാത്ത അയാളെയാണോ ഞാൻ കേട്ടേണ്ട? എനിക്കിതിന്റെ സമ്മതമല്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. ആ കുട്ടിയുടെ ഫോട്ടോ നീ ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നീ പറഞ്ഞോ, അച്ഛൻ ഈ കല്യാണം മുടക്കാം. പോരെ? അച്ഛാ, എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. ഇപ്പൊ ഞാൻ ആരെയും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാ? 10-30 വയസ്സാകുമ്പോഴാണോ നിന്റെ ടൈം? നീ എന്തായാലും ഈ ചെക്കനെ തന്നെ കല്യാണം കഴിക്കും. ഞാനാ പറയുന്നത്. നിന്നെ ഞാൻ കെട്ടിക്കും. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ പെണ്ണാണെന്ന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ നിങ്ങൾ എന്നെ അയാളെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണല്ലേ? നടക്കില്ല. ഞാൻ റൂമിൽ പോവാ. എന്നോട് ഇനി ആരും മിണ്ടണ്ട. ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? കല്യാണം എന്ന് കേൾക്കുമ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താ? എന്നാ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. ഈ കുട്ടിയെ
അമ്മ അവൾക്ക് കുറച്ച് ടൈം കൊടുക്ക്. അവളുടെ മനസ്സിനും കല്യാണത്തിനും പൊരുത്തപ്പെട്ട് പോകണ്ടേ? അതിന് നമുക്ക് കുറച്ച് ടൈം വേണം. കുറച്ച് ദിവസത്തേക്ക് ഈ കാര്യം ഇവിടെ ആരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവളെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിട്. കുറേ കഴിയുമ്പോൾ അവൾ ശരിയാവും. അത് പറയാ ശരി. 2 ദിവസത്തേക്ക് കല്യാണ കാര്യത്തിനെ പറ്റി അവളോട് സംസാരിക്കണ്ട കേട്ടോ. അമ്മ ചോദിക്കും പോലെ എൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പക്ഷേ അതൊരാത്മാവാണെന്ന് പറഞ്ഞാൽ ഇവരാരും എന്നെ എന്തിന് ഇപ്പൊ കൂടെ നിൽക്കുന്ന നേട്ടം പോലും എന്നെ തള്ളി പറയും. എന്നെ കൊണ്ട് ഇവരാരെയും ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റില്ല. അവരൊക്കെ എന്നെ അയാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടും. എനിക്ക് രുദ്രനില്ലാതെ പറ്റില്ല. അയാള് എപ്പോഴും എൻ്റെ മനസ്സിൽ കയറിപ്പോയി. അയാൾക്കും എന്നെ ഇഷ്ടം. അയാളെ കണ്ണിൽ ഞാൻ എന്നോടുള്ള സ്നേഹം കണ്ടിട്ടുള്ളതാ. രുദ്രനോട് എൻ്റെ സ്നേഹം പറയണം. ഭാനുവിനെ പോലെ എന്നെ സ്നേഹിക്കാൻ പറയണം. അയാളില്ലെങ്കിൽ പിന്നെ ഈ ബച്ചയ്ക്ക് വേറൊരു ജീവിതമില്ല. ആത്മാവാണെങ്കിലും അയാൾക്ക് എന്നെ തൊടാൻ കഴിയുന്നില്ലേ? എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ലേ? അത് മതി എനിക്ക്. ഇല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന പോലെ ആരുടെയെങ്കിലും തലയിൽ ഞാൻ ഇപ്പൊ തന്നെ രുദ്രനെ കണ്ട് സംസാരിക്കണം. തമ്പുരാൻകുട്ടി, ഇത് ഞാനാ, ഭദ്ര. എനിക്ക് സംസാരിക്കണം. എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ? നീ എന്താ ഈ സമയത്ത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. തമ്പുരാൻകുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഭാനുവിനെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്താ ഭദ്ര ഇത്? നമുക്ക് നാളെ സംസാരിക്കാം. തറവാട്ടിൽ തേടുന്നുണ്ടാവും. ചെല്ല്. ഇല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. എന്നെ ഇഷ്ടമാണോ? ഭാനുവിനെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ സ്നേഹിക്കാൻ കഴിയുമോ ആ മനസ്സിന്? എനിക്കറിയണം. ഭദ്ര അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഭദ്രയോട് പറയാൻ. പക്ഷേ ഈ രാത്രി അതിന് പറ്റിയ സമയമല്ല. താൻ തറവാട്ടിലേക്ക് ചെല്ല്. ഇല്ല രുദ്ര, ഞാൻ പോവില്ല. എൻ്റെ വീട്ടുകാർ എന്നെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എന്നെ നിങ്ങളുടെ സ്വന്തമാക്കോ പ്ലീസ്. രുദ്രനില്ലാതെ എനിക്ക് പറ്റില്ല പ്ലീസ്. ഭാനുവിനെ സ്നേഹിച്ച പോലെ എന്നെ ഒന്ന് സ്നേഹിക്കോ പ്ലീസ്. വേറെ ഒന്നും വേണ്ട. എനിക്ക് ആ മനസ്സിൽ എനിക്കൊരു സ്ഥലം വേണം. ഇല്ലെന്നാണെങ്കിൽ പിന്നെ ഈ ഭദ്ര ജീവനോടെ ഉണ്ടാവില്ല. ഭദ്ര, താൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എനിക്ക് തന്നെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യം തന്നോട് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. തമ്പുരാൻകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് മതി. വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. എപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി അത്രയ്ക്ക്. ഇല്ല ഭദ്ര, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ നീ തന്നെ എന്നെ വെറുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിപ്പോൾ വന്നത് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഏത് ആത്മാവിനും പിടിച്ചു കിട്ടുന്നതാ കാമരസമെന്ന്. എനിക്ക് രുദ്രൻ്റെ സ്വന്തമാവണം. എന്നെ രുദ്രൻ സ്വന്തമാക്കില്ലേ? അങ്ങനെയെങ്കിൽ വേറെ ആരെയും ഞാൻ കേട്ടില്ലല്ലോ. ഭദ്ര, താൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? ഭദ്ര മതി, നീ ഇപ്പോൾ ചെല്ല്. ഇല്ല രുദ്ര, ഞാൻ ചെല്ലില്ല. എനിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷേ ഇത് ശരിയല്ല. നീ ചെല്ല്. രുദ്ര പ്ലീസ്, എന്നെ നിന്റെ സ്വന്തമാക്കുക പ്ലീസ്. മഹി, സത്യത്തിലൂടെ വേണം ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ. നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ കാത്തിരുന്ന് സത്യത്തിലൂടെ അവളെ നീ സ്വന്തമാക്കണം, അല്ലേ? ഭാനു, ഭദ്ര, ഭാനു, എന്ത് പറ്റി? പറ. ഭദ്ര, താൻ ചെല്ല്. നമുക്ക് പിന്നെ സംസാരിക്കാം. രുദ്ര, പെട്ടെന്ന് എന്താ പറ്റിയ? എന്താ തനിക്ക് പറ്റിയ? പറയ്. ഭദ്ര, തനിക്ക് വിശ്വാസമുണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ എൻ്റെ ജീവന. നിങ്ങൾ എൻ്റെ മാത്രം. ഭദ്ര, മഹി, താൻ ഇപ്പം ചെല്ല്.
എന്ത് പറ്റി? ഞാൻ ഒറ്റയ്ക്കാക്കി പോവില്ല, പറയും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ ഞാൻ നിന്നെ തേടി വരും. ഇപ്പോൾ നീ ഇവിടെ ചെല്ല്. നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. എനിക്ക് ആരെക്കാളും വിശ്വാസം. ഞാനിപ്പോൾ പോവുക, പക്ഷേ തിരിച്ചു വരും. ഭാനു, ഞാൻ ഒറ്റയ്ക്കാക്കി പോരാൻ പാടില്ലായിരുന്നു അയാളെ. സ്നേഹത്തിന് രണ്ട് മുഖങ്ങളാണുള്ളത്, കാമവും കാത്തിരിപ്പും. കാത്തിരുന്ന് കാമത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത്? നീ ആലോചിച്ച് നോക്ക്. എൻ്റെ പൊന്നുമായെ, അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. നീ വിളിച്ചപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത്. ശരി, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇപ്പോൾ തന്നെ പോയി നോക്കാം. നീ ഫോൺ വെക്ക്. ആ മുഖത്ത് ആകെ എന്തിനോ പേടിക്കുന്ന പോലെ തോന്നിയില്ല. എന്തായിരിക്കും? ഞാൻ ഭദ്ര ഈ സമയം പുറത്തുനിന്ന് ഇനി മഹീരടുത്ത് പോയിട്ടുണ്ടാവോ അവള്? നീ ഈ സമയം എവിടെ നിന്ന് വരിക? രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? നീ ഇപ്പോൾ എവിടെ പോയിരുന്നു? ഞാൻ പുറത്ത് കാറ്റ് കൊള്ളാൻ. അകത്ത് ബോറടിച്ചപ്പോൾ ഞാൻ റൂമിലോട്ട് പോവാ. ഭദ്രയാകെ കരഞ്ഞിട്ടുണ്ടല്ലോ. ഈശ്വര, മഹിക്കെന്തെങ്കിലും. ഇപ്പം തന്നെ അവനവിടെ പോയി നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കല്യാണി, ഞാൻ അമ്പലത്തിൽ പോവാ. ഇന്നലെ വന്ന പണിക്കാർ ആ തറവാട് പൊളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാൻ. പിന്നെ ഭദ്രയ്ക്ക് എന്താ പറ്റിയെന്ന് പോയി നോക്ക്. കുറേ നേരമായില്ലേ അവൾ ഈ കളിക്കാൻ തുടങ്ങിയിട്ട്. 2 മണിക്കൂറോളം കളിക്കാൻ മാത്രം അവൾക്ക് എന്താ പറ്റിയ? മനസ്സിലെന്തെങ്കിലും തട്ടുമ്പോഴാ അവളിങ്ങനെ. ഞാൻ വരുമ്പോഴത്തേക്ക് എന്താ കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. ഭദ്രേ, വാതിലുറക്ക്. ഞാൻ അമ്മയെ വിളിക്കുന്ന. ഒന്ന് തുറക്ക് കുട്ടി, കുറേ ആയല്ലോ. എന്താ മോളെ ഇത്? കുറെ നേരിട്ട് കളിക്കുന്നില്ലേ? മതിയാക്കൊന്ന്. എനിക്ക് കളിക്കണം. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുവോ? മനസ്സമാധാനിട്ട് കളിക്കാനും സമ്മതിക്കില്ല. ഞാൻ ഇനി എന്താ വേണ്ട? എന്താ മോളെ പ്രശ്നം? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. പുറത്തു പോവും, മിണ്ടാതെ വന്ന് റൂം അടച്ചിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല അമ്മ. അച്ഛനെവിടെ? അല്ല, ഏട്ടനെവിടെ? കണ്ടില്ല. അച്ഛൻ ആ തറവാടിൻ്റെ കാര്യം സംസാരിക്കാൻ പോയി. അത് പൊളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഏട്ടൻ അവൻ 2 ദിവസം മുന്നേ അവനൊരു കൂട്ടുകാരന് വയ്യാന്ന് പറഞ്ഞ് രാത്രി ഇവിടെ നിന്ന് പോയതാ. അവിടെ പോയി എത്തിയതിനു ശേഷം ഞങ്ങൾ പോലും അറിയുന്ന. അതാണോ നിന്റെ പ്രശ്നം? അവൻ പറയാതെ പോയതിനാണോ നീ ഈ ദേഷ്യം മൊത്തം നൃത്തത്തിൽ കാണിക്കുന്നത്? എൻ്റെ കുട്ടി, അവൻ നാളെ ഇങ്ങ് വരില്ലേ? നിന്റെ ഒരു കാര്യം. അമ്മ എന്താ പറഞ്ഞ? തറവാട് പൊളിക്കാൻ പോകുന്നു? ആ, പൊളിച്ചിട്ട് അവിടെ ഒരു സ്കൂൾ പണിയാൻ പോകുന്നു അത്രേ എന്നൊക്കെയാ കേൾക്കുന്നത്. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്തെങ്കിലും കഴിക്ക്. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ലല്ലോ. അമ്മ കാപ്പി എടുത്ത് വെക്ക. അമ്മ കാപ്പി എടുത്ത് വെക്ക്. ഞാൻ സാവത്രി മുത്തശ്ശി കണ്ടിട്ട് വരാം. എനിക്ക് മുത്തശ്ശിയെ അത്യാവശ്യമായിട്ട് കാണണം. കഴിച്ചിട്ട് മുത്തശ്ശി കാണാൻ പോകുന്നല്ലേ കുട്ടി നല്ലത്. അച്ഛൻ ഇറങ്ങിയാൽ ഇനി അത് മതി. വരുമ്പോഴത്തേക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അച്ഛനിനി വെറുതെ എന്തിനാ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത്? ഞാൻ കാപ്പി എടുത്ത് വെക്കാം, നീ കഴിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എടുത്ത് വെക്ക്. ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് വന്ന് കഴിക്കാം. ശരി, മുത്തശ്ശി എടുത്ത് പോയിട്ട് വേഗം വരണം. മുത്തശ്ശിയോട് അമ്മ അന്വേഷിച്ചിട്ട് പറയും. വേഗം വരാം. ഞാൻ പറയാം അമ്മ അന്വേഷിച്ചു എന്ന്. തമ്പുരാൻകുട്ടി ഇനിയും എൻ്റെ മുന്നിൽ വരില്ല എന്നാണോ? കഴിഞ്ഞ 2 ദിവസം ഞാനിവിടെ വന്ന് വിളിച്ചിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലേ? പൊക്കോ,
ഭദ്രയ്ക്കൊന്നുമില്ല. എന്നോട് പറഞ്ഞതല്ലേ എന്നെ ഇഷ്ടമാണ്, ഞാനില്ലാതെ പറ്റില്ല എന്ന്. എന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലേ. സാരമില്ല, എല്ലാം ഈ തറവാട്ടിൽ നിന്നല്ലേ തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ആ കിണറ്റിൽ ഞാനും ചാടി ചാവാൻ പോവുക. അതോടെ തീരുമല്ല. ഭദ്രയെ പൊട്ടിയാക്കാന്ന് ആരും കരുതണ്ട. ഇഷ്ടം പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ എന്നെ? ആഗ്രഹം തന്ന് എന്നെ പറ്റിച്ചില്ലേ? ഞാനും പോവാ അതേ കിണറ്റിൽ ചാടി ചാവാൻ. ഈ പാവം തമ്പുരാൻകുട്ടിയാണോ ഭദ്രയെ പറ്റിച്ചത്? ശരിക്കും ഞാൻ തന്നെയാണോ തന്നെ പറ്റിച്ചേ? ഇവിടെ ഉണ്ടായിട്ടും ഞാൻ ഈ ദിവസങ്ങളൊക്കെ വന്ന് വിളിച്ചപ്പോൾ മനഃപൂർവ്വം വരാത്തതായിരുന്നല്ലേ? എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ സ്നേഹിച്ചതാണോ തെറ്റ്? ഈ എന്നെ തന്നെയാണോ ഭദ്ര പ്രണയിച്ചത്? എന്താ രുദ്രന് സംശയമാണോ ഞാൻ തന്നെ പ്രണയിച്ചിരുന്നു? വാക്കുകളുകൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? എനിക്കറിയാം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. ശരിക്കും ഒന്നുകൂടെ നോക്കിയേ. രുദ്ര, തനിക്ക് എന്താ പറ്റിയ? ഞാൻ തന്നെയല്ലേ സ്നേഹിച്ച? എന്നെ എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്താ? താൻ എന്നെയല്ല സ്നേഹിച്ച, ഈ തമ്പുരാൻകുട്ടിയല്ല താൻ സ്നേഹിച്ച. അതുകൊണ്ടാ. വാക്കുകളുകൊണ്ട് ഓരോന്നും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണോ? സമ്മതിച്ച് തരില്ല ഞാൻ. എനിക്കറിയാം എൻ്റെ സ്നേഹം. അതെ, ഭദ്രയ്ക്ക് മാത്രമേ അറിയൂ ഭദ്രയുടെ സ്നേഹം. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? പിന്നെയും പിന്നെയും എന്തിനെങ്ങനെ ബന്ധമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? എന്നെ ഇഷ്ടമല്ലേ രുദ്രന്? പറ. ഭാനുവിനെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിച്ചിട്ടില്ലേ നീ? വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും ഈ ജീവിതം. ഭാനുവിനെ പോലെ ഞാൻ ആരെയാ സ്നേഹിക്കാം? ഭാനുവും ഭദ്രയും വേറെയാണോ? ഇനി ഭദ്ര സ്നേഹിച്ചത് എന്നെ തന്നെയാണോ? വേറെ ആരെയാ ഞാൻ? മഹേശ്വരനെയാണ് ഭദ്ര സ്നേഹിച്ചത്. താൻ സംസാരിച്ചതും തൊട്ടതും അടുത്തതും ഒക്കെ മഹിയോടായിരുന്നു. മഹേശ്വർ? ഇല്ല, കള്ളം പറയാം. ധർമ്മരാത്മാവായ ഞാൻ കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാ? സത്യം ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഹി എവിടെ? എനിക്ക് കാണിച്ചതാ. ഞാൻ സ്നേഹിച്ചത് മഹിയാണെങ്കിൽ അയാൾ എവിടെ പോയി? എനിക്ക് കാണിച്ചതാ. തനിക്ക് വേണ്ടി കാത്തിരുന്ന് തൻ്റെ അടുത്ത് എത്തിയതാ മഹി. പക്ഷേ താൻ മഹിയെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ പോയി. പോയിരുന്നു? എവിടേക്ക്? എവിടേക്ക് അയാൾ പോയേ? എനിക്ക് അയാളെ കാണണം പ്ലീസ്. ഭദ്ര, ഇത് തൻ്റെ സ്നേഹം, തൻ്റെ പ്രണയം. ആ പ്രണയം നീ തന്നെ തേടി പിടിച്ച് കണ്ടെത്തണം. നിനക്ക് മാത്രമേ പറ്റൂ. അയാളെ ഞാൻ കണ്ടെത്തും. എന്നെ അയാളെ സ്നേഹിച്ചെന്നല്ലേ പറഞ്ഞ? അയാളെ കണ്ടെത്തും. അയാളുമായിട്ട് ഞാനിനി ഇങ്ങോട്ട് വരും. ഞാൻ പോവാ. ഞാനിനി വരില്ല ഇങ്ങോട്ട്. അയാളുമായിട്ട് മാത്രമേ വരൂ. ഇതോടെ കഴിക്കേ. എപ്പോഴെങ്കിലും അമ്മ എടുത്തൊന്ന് വാരിത്തരാൻ പറയാൻ തോന്നിയില്ല നിനക്ക്? കഴിക്കേ. ഭദ്രയെ, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോള് അമ്മയോട് ദേഷ്യപ്പെടരുത്. അന്ന് വന്ന ആലോചനയില്ലേ, അവർ ചേട്ടൻ്റെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്. മോളൊന്ന് പോയി കാണുമോ? നിൽക്ക്, ഒന്നും പറയല്ലേ. ആ ഫോട്ടോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ അമ്മ എടുത്തൊന്ന് പറഞ്ഞു. അമ്മ അച്ഛനോട് പറയാം എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായില്ല, ഈ കല്യാണം വേണ്ടാന്ന്. പക്ഷേ ആ ഫോട്ടോ ഒന്ന് കാണണം. ശരി, അമ്മ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനത് കാണാം. ഏട്ടൻ്റെ കമ്പ്യൂട്ടറിലല്ലേ, ഞാൻ മുകളിൽ പോകുമ്പോൾ കാണാം. പക്ഷെ ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നിർബന്ധിപ്പിക്കരുത്. ഈ കമ്പ്യൂട്ടർ എന്താ ഓണാവാത്ത? ചത്തോ? ഫോട്ടോ ഗാലറിയിലല്ലേ കാണും? നോക്കാം. ഇത് ഏട്ടൻ്റെ ഗാലറിയിൽ മൊത്തം ഈ ഫോട്ടോസ്. ഇത് അയാളല്ലേ? അപ്പോൾ ഏട്ടൻ അയാൾ അറിയോ? അമ്മ തന്നുവിട്ടതാ. പുറത്താരോ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനായിരിക്കും. നീ ആദ്യം പോയി തല തോർത്ത്, പനി പിടിക്കും. ഇത് ഞാൻ കൊണ്ട് കൊടുത്തോളാം. എൻ്റെ പൊന്നമ്മ, ഞാൻ ഇങ്ങ് വന്നില്ലേ? അർജൻറ്റായിട്ട് ഒരു കൂട്ടുകാരന് ആവശ്യം വരുമ്പോൾ എനിക്ക് പറയാതെ പോവേണ്ടി വന്നു. എന്നാലും ഞാൻ അവിടെ പോയി എത്തിയോടും ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ? ഫോൺ വിളിച്ച് പറഞ്ഞു ഉത്തരേ. ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ രാവിലെ നിന്നെ ഇവിടെ കാണാത്തതിന്? പോരാത്തന്നെ നിന്റെ പെങ്ങളുടെ ഒരു പിണക്കവും എല്ലാം കൂടെ വട്ടുപിടിക്കുക. എനിക്ക് രണ്ടെണ്ണിനെയും വഷളാക്കി കൊഞ്ചിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ?
അമ്മയല്ലേ പറഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന്. അത്രയും ഞാൻ ചെയ്തുള്ളൂ. അല്ല, ഭദ്ര എവിടെ? കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. ഞാനിവിടെ തന്നെ ഉണ്ട്. ഏട്ടന് സുഖമല്ലേ? അമ്മ, ഞാൻ ആ ഫോട്ടോ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചെക്കനെ. സത്യമായിട്ടും ഭഗവതി എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇനി എനിക്ക് സന്തോഷമായി. ഏത് ഫോട്ടോയാണ് കണ്ടത്? ആരെയാ നിനക്ക് ഇഷ്ടമായത്? അന്നൊരു ആലോചന വന്നില്ലേടാ. അവർ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളോട് അന്നൊക്കെ പോയി കാണാൻ പറഞ്ഞു. ഇവള് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇവക്ക് മഹിയോടൊന്നുമില്ലേ? ആ പാവം ഇവളെ ഓർത്ത് ഇവക്ക് അവനോടും അങ്ങനെയൊന്നുമില്ലേ? ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? പിന്നെ ഏട്ടൻ്റെ സുഹൃത്തിന് കുറവുണ്ടോ? ഏയ്, ഞാൻ എന്താ ആലോചിക്കാൻ? ആ, അവന് കുറവുണ്ട്, കുഴപ്പമില്ല. അയാൾക്ക് എന്താ പറ്റിയ ഏട്ടാ? അല്ല, അയാളുടെ പേര് മഹേശ്വർ എന്നാണോ? അത് ഭദ്ര പേര്. ഏട്ടനൊന്ന് വന്നേ എൻ്റെ കൂടെ. ഈശ്വര, ഇവളെല്ലാം അറിഞ്ഞോ? ആ, ഞാൻ എന്താ വരുന്നു. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടൻ ഇതിന് കൂട്ടുനിന്നത്. ചതിയ നിങ്ങളെല്ലാം എന്നോട് ചെയ്ത് പറ്റിക്കായിരുന്നു എന്നെ. എന്നാലും ഏട്ടൻ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ പല സ്വപ്നങ്ങളും കണ്ട് ഞെട്ടിയുണരും. എന്നിട്ട് അതൊക്കെ ഒരു കടലാസിൽ വരയ്ക്കും. ആ വരച്ച ചിത്രത്തിനൊക്കെ നിൻ്റെ മുഖം. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വേറെ ഒന്നും. എനിക്ക് അയാളൊന്ന് കാണണം. കാണിച്ചു തരുമോ? കാണിച്ചു തരാം. പക്ഷേ അവനെ നീ ഒന്നും ചെയ്യരുത്. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. ഈ യാത്ര ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഈ നാട് വിട്ട് പുറത്ത്, അതും ഞാൻ സ്നേഹിക്കുന്ന ആളെ കാണാൻ പോകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ ഏതറ്റം വരെ പോകും. അതിന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മഹിയായിരുന്നു ഞാൻ പ്രണയിച്ചത്. മഹിയുടെ കണ്ണിലൂടെയായിരുന്നു ഞാൻ പ്രണയം എന്തെന്ന് മനസ്സിലാക്കിയത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കായിരുന്നു നിനക്ക്? എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? എനിക്ക് വിശക്കുന്നില്ല ഏട്ടാ. അല്ല, ആ വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകണം. കുറേ ആയാലോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എത്തും. പിന്നെ ഭദ്ര, അവർക്ക് നിന്നെ വലിയ കാര്യം. നീ അവരോട് നല്ലതുപോലെ പെരുമാറണം. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ പറഞ്ഞ കേട്ടില്ലേ? നീ വരുന്നില്ലേ? ഇതാ നിന്റെ മഹിയുടെ വീട്. വരുന്നു. ഏട്ടൻ ബെല്ലടിക്ക്. ആരായിസം? അജു, എനിക്കറിയാം നിനക്കെന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇന്ന് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നുല്ലേ? മാറി നിക്കടി. സോറി, ഭദ്ര ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഭദ്ര വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. അല്ല, അകത്തേക്ക് വാ. ഭദ്ര, ഇത് മഹിയുടെ പെങ്ങള മായ. മഹിയുടെ പെങ്ങള് മാത്രമാണല്ലോ അല്ലേ? അല്ല, ഭദ്ര എന്താ വെളിയിൽ തന്നെ നിൽക്കുന്ന? അകത്തേക്ക് വാ, ഇരിക്കേ. അമ്മ, ഒരാള് വന്നിട്ടുണ്ട്. വേഗം കൊണ്ടു വന്നേ. എൻ്റെ പൊന്നുമായി ഒരു ഉപകാരമില്ല. എന്നാൽ 24 മണിക്കൂറും അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ടിരിക്കും. പറ, എന്തിനാ നീ എന്നെ വിളിച്ചത്? ഭദ്രയൊന്നും കണ്ട് പേടിക്കണ്ട. അമ്മ ഇങ്ങനെ വെരി ഫണ്ണി. അമ്മ, ഇതാ ഏട്ടൻ പറയാറുള്ള ഭദ്ര. ശരിക്കും മഹി വരച്ച പിക്ചറിലെ ആ കുട്ടിയെ പോലെ തന്നെ ഉണ്ടല്ലോ മോള്. അയ്യോ, മോളിരിക്കും. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇല്ല, വേണ്ട. എനിക്ക് മഹി ഒന്ന് കാണണമായിരുന്നു. അയാള് ഇവിടെ ഇല്ലേ? മഹിയുണ്ട്, പക്ഷേ ഇപ്പോൾ കാണാന്ന് വെച്ചാൽ രാവിലെ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് കഥ കടച്ചിരിക്കുക. അജു ഇന്നലെ ഇവിടുന്ന് പോയതിന് ശേഷം ഏട്ടൻ ഒന്നും കഴിച്ചില്ല. രാവിലെ അമ്മയും ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ഒന്നും വേണ്ട, ഒറ്റയ്ക്കിരിക്കണം, സമാധാനം വേണമെന്ന് പറഞ്ഞ് കഥ കടച്ചിരിക്കുക. അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ്. ഓ, അതാണോ? അത് സാരമില്ല, ഞങ്ങൾ പോയി സംസാരിച്ച് അവനെ ശരിയാക്കിക്കോളാം. ഭദ്ര, ബാ. നഹി, ഞാനാ അജു. അകത്തേക്ക് വന്നോട്ടെ? അജു, നീ പോയില്ലേ? പോയി, പക്ഷേ പോയിട്ട് തിരിച്ചു വന്നു. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നേ? നീ പോയിട്ട് ഭദ്രയെ കണ്ടായിരുന്നോ? ഞാനാണോ അവളെ കണ്ട് സംസാരിക്കേണ്ടത്? നീയല്ലേ? നിനക്ക് അവളെ കാണണ്ടേ? കാണണം, സംസാരിക്കണം. പക്ഷേ അവള്
മഹിക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? പറഞ്ഞോളൂ. ഭദ്ര, താൻ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോ, ഞാൻ പുറത്തുണ്ടാവും. മഹിക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ള? പറഞ്ഞോ. ഒക്കെ അറിഞ്ഞപ്പോൾ എന്നോട് വെറുപ്പ് തോന്നിയോ? ഞാൻ പറ്റിക്കണമെന്ന് കരുതിയതല്ല, കാര്യങ്ങളൊക്കെ പറയണമെന്ന് പലതവണ വിചാരിച്ചതാ. എന്നെ വെറുക്കരുത്. ചെറുക്കാനും മറക്കാനും കഴിയാത്തതുകൊണ്ട് ഞാൻ തന്നെ കാണാൻ ഇവിടെ വരെ വന്നത്. എനിക്ക് പറ്റില്ല. ഭദ്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഞാൻ സ്നേഹിച്ചത് തന്നെയായിരുന്നില്ലേ? എപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നു രുദ്രനല്ല മഹിയാണെന്ന്. എന്താ? പലതവണ കരുതിയതാ. താൻ എന്നോട് അടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഞാൻ മഹിയാണെന്ന്. പക്ഷേ എന്നെ സ്വപ്നം കണ്ട് താൻ വരച്ച പടങ്ങളൊക്കെ എനിക്ക് കാണണമെന്നുണ്ട്. കാണിച്ചു തരുമോ? ദാ അങ്ങോട്ട് നോക്ക്. ഇതൊക്കെ ശരിക്കും എന്നെ കാണാതെ വരച്ചതാണോ? ഇത് മാത്രമല്ല, ദാ അങ്ങ് നോക്ക്. മഹി, ഈ ഫോട്ടോയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ. ആ സ്വപ്നത്തിന്, ആ ചിത്രത്തിന് നമുക്ക് ജീവൻ കൊടുക്കണ്ടേ? എൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ ജീവൻ കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. തൻ്റെ ഈ കണ്ണിൽ ഞാൻ ശരിക്കും പ്രണയം എന്താണെന്ന് മനസ്സിലാക്കിയത്. എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ശ്വാസം നിൽക്കുന്നവരെ. പിന്നെ താനെന്ന് പറഞ്ഞില്ലേ, അതിന് എനിക്കിപ്പോൾ സമ്മതമാണ്. എന്തിന് സമ്മതമൊന്നും? ഏതോ മുത്തശ്ശി പറഞ്ഞില്ലേ, കാമരസം ആത്മാക്കളെ വരെ കെട്ടിയിടുമെന്ന്. അതിന് മാറി നിൽക്കങ്ങോട്ട്. ആദ്യം ശരിയായ വഴിക്ക് എനിക്ക് വീട്ടിൽ വന്ന് അച്ഛനോട് എന്നെ പെണ്ണ് ചോദിക്കുക. ഞാൻ വരും. നമുക്ക് ഇന്ന് തന്നെ പോവാം. അച്ഛനെ കണ്ട് ഞാൻ സംസാരിക്കാം. നമുക്ക് ജീവിക്കണ്ടേ സ്വപ്നം കണ്ട പോലെ? അതെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും അകത്തേക്ക് വരാവോ? കുറേ നേരമായല്ലോ സംസാരം. അകത്ത് കയറി വന്നിട്ടാണോടി വരാവോന്ന് ചോദിക്കുന്നത്? വന്നത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. അതേ, കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാം. അല്ല, കാമുകനും കാമുകയും അവസാനം എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ ഇന്ന് തന്നെ ഭദ്രയുടെ വീട്ടിൽ പോവുക. അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കണം. എനിക്ക് കല്യാണം കഴിക്കണം. മഹി, നീ അവിടെ വന്ന് നിന്ന് കഥയൊന്നും പറയണ്ട അച്ഛനോട്. സാധാ രീതിയിൽ ഒരു പെണ്ണ് അന്വേഷിക്കുന്ന പോലെ അങ്ങനെ മതി. അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനിടയിൽ ഇനി വരില്ല. ഇല്ല ഏട്ടാ, ഒരു പ്രശ്നവും വരില്ല. നമ്മുടെ അച്ഛനല്ലേ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കില്ല. അച്ഛൻ എന്നും നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് അച്ഛൻ സമ്മതിക്കും. അങ്ങനെയാണോ? എന്നാൽ അജു ഇവരുടെ കൂടെ തന്നെ നമ്മുടെ കാര്യം നടത്താടാ. നമ്മളിനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നമുക്കതും കൂടെ ചെയ്യാം. അതാ ഞാൻ ആലോചിക്കുന്നത്, നിന്നെ കല്യാണം കഴിക്കണോ വേണ്ടേന്ന്. നീ വാ തുറന്ന എൻ്റെ അച്ഛൻ. ഓഹോ, അപ്പോൾ ഞാൻ വാ തുറക്കുന്ന ഈ പ്രശ്നം. ശരി, എനിക്ക് നിന്നെ വേണ്ട. നിന്നേക്കാളും നല്ലൊരു ചെറുക്കനെ എനിക്ക് വേറെ കിട്ടും. ഒരു അർജുൻ. അവിടെ നിന്ന് ഞാൻ നോക്കട്ടെ എനിക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമോന്ന്. വെറുതെ അല്ല അവൻ പറഞ്ഞ നീ വാ തുറന്നാലെന്ന്. അതൊന്ന് അടച്ചു വെക്കടി കുറച്ച് നേരമെങ്കിലും. നീ എങ്ങനെ എന്നെ ഇതിനെ സഹിക്കുന്നുവെന്തോ എൻ്റെ അജു. എന്നെ ആരും സഹിക്കില്ല, ഞാൻ പോവാം. സകല പ്ലാനും ഞാൻ പറഞ്ഞു കൊടുക്കണം. അവസാനം ഞാൻ മോശക്കാരി. ഇങ്ങോട്ട് വരട്ടെ മണ്ട, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓഹോ, നല്ല കലിപ്പിലാണല്ലോ. ഇപ്പോൾ പോയി സംസാരിച്ചാൽ അവൾ എന്തായാലും അടിയുണ്ടാക്കും. സംസാരമല്ല, പ്രവൃത്തിയിലൂടെ വേണം ഉണക്കാൻ മാറ്റാൻ. നിൽക്കാനല്ലേ പറഞ്ഞ? ഞാൻ പോവാം. എവിടെ പോകുന്നു? നിക്കടി അവിടെ. വെച്ചിട്ട് ഞാനങ്ങ് പൊക്കോളാം. കാതലിൻ വഴുപ്പിൽ മാനവൻ താൻ പണ്ഡിതമേ ഇപ്പം ഞാൻ പോവാ, പക്ഷെ പിന്നെ ഞാൻ വിടില്ല. മനുഷ്യനും ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. കൊള്ളാൻ. അച്ഛാ, മഹി പറഞ്ഞൊക്കെ സത്യ. എനിക്ക് അയാളെ ഇഷ്ടം, അയാൾക്ക് എന്നെയും.
അച്ഛൻ നല്ല മനസ്സോടെ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം പ്ലീസ്. എനിക്കറിയാം അങ്കിളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പെട്ടെന്ന് കണ്ടൊരുത്തിന് എങ്ങനെ. പക്ഷേ അങ്കിള് നന്നായിട്ട് സമയമെടുത്ത് ആലോചിച്ചോ. ഞാനും ഭദ്രയും കാത്തിരിക്കാൻ റെഡിയാണ്. എത്ര വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നോളാം. ഞങ്ങളെ പിരിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. കുട്ടികളുടെ ഇഷ്ടം സത്യമായതുകൊണ്ടാണ് ഞാനിതിന് കൂട്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് കരുതിയത്. ഇനി നിങ്ങളുടെ കയ്യിലാണ്. ബാലേട്ടനെന്താ ഒന്നും മിണ്ടാതെ? അജു, ഇതിനു വേണ്ടിയാണോ നീ അവളെ ബാംഗ്ലൂർ കാണിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്? നന്നായിട്ടുണ്ട്. അമ്മ ഏട്ടനെ വഴക്ക് പറയണ്ട. ഞാനാ പറഞ്ഞ എനിക്ക് മഹിയെ കാണണം, ബാംഗ്ലൂർ പോവാന്ന്. ഏട്ടനല്ല എന്നെ കൊണ്ടുപോയെ. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്നല്ലേ പറയുന്നത്? പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി എന്ത് പറയാനാ? ഈ കല്യാണം ഞങ്ങൾ നടത്തിത്തരാം. ബാലേട്ട ഒന്നും ആലോചിക്കാതെ. കുട്ടികളെന്തെങ്കിലും നമ്മളല്ലേ? കല്യാണി, ഭദ്രയും അജുനെയും നമ്മളല്ലേ വളർത്തിയെ. അവര് തെറ്റായതൊന്നും തിരഞ്ഞെടുക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിനക്കും ഉണ്ടാവണം. നമുക്ക് അവരെ സന്തോഷമല്ലേ വലുത്. ആൻറ്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരമ്മയുടെ ആവലാതി. പക്ഷേ ഭദ്രയെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. എന്നാൽ ഞാനും അജുനെ ഒരിക്കലും വേദനിപ്പിക്കില്ല ആൻറ്റി. ആൻറ്റി വിഷമിക്കേണ്ട. നശിപ്പിച്ച് വാട്സപ്പുണ്ടായിക്കടി. ഞാനല്ലേ ഇടയിലൊക്കെ പറയണ്ട. ഗമരി മഗരി സനി രേ സ പമഗ മത മഗരി സനി രി സ ഗമ സനി സ ധനി മദ ഗമരി ക സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ക ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മലർകൾ കേട്ടേൻ വനമേ തന്തനേ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനൈ. താൻ വരച്ച ആ ചിത്രങ്ങൾക്കൊക്കെ നമ്മൾ ജീവൻ നൽകി. നമ്മുടെ ജീവിതം ഇവിടെ തുടങ്ങും അല്ലേ? നീ എന്തിനാജു എന്നെ എങ്ങനെ നോക്കുന്ന? നീ എന്നെ കണ്ടിട്ടില്ലേ? സാരി കൊടുത്ത് ഇത്ര സുന്ദരിയായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നോക്കിയിരുന്ന് പോയതാ. ഓ, അപ്പോൾ ഞാൻ നല്ല സുന്ദരിയല്ലെന്നാണല്ലേ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നോട് സംസാരിച്ചൊന്നും ശരിയാവില്ല. വാ, എവിടേക്ക് എടുത്തിട്ട് പോകണം? താഴെ വെക്ക്. താഴെ വെച്ചാൽ ഇന്ന് ഫുള്ള് മഴക്കായിരിക്കും. ഉണ്ടാകും കിടക്ക്. എന്താ போல் சமத்து உலகினில் இல்லை காதலின் சமத்து காதலில் தொல்லை அறியாமைதான் இங்கே பேரின்பம் அன்பே காதலின் வழுப்பில் மாணவன் தான் பண்டிதமே ஐயங்க. ഇവളെന്താ ഇത്ര ലേറ്റ് ആവുന്നത്? ജനലടച്ചില്ലേ? നല്ല കാറ്റുണ്ടല്ലോ. അതെന്താ? മഹി ഇതവിടെ പോയി? ഇവിടെ ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞ? ഈ ജനല് അത് മഹിയല്ലേ? മഹി, ഈ രാത്രി ഇതെങ്ങോട്ടാ പോകുന്ന? നിക്ക് ഭദ്ര, അത് പിടിക്ക്. അത് എന്താ മഹി? ഭദ്ര, താൻ ഭാനുവിനെ കണ്ടിട്ടുണ്ടോ? തനിക്ക് കാണണോ? എനിക്ക് കാണണം മഹി ഭാനുവിനെ. എന്നാ ഒച്ച ഉണ്ടാക്കാതെ എൻ്റെ കൂടെ വാ. ഞാൻ വരാം. താൻ ഒച്ച ഉണ്ടാകാതെ ദാ അങ്ങോട്ട് നോക്കിയേ. ആവണിത്താരങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മംഗല്യമായി പന്തലിട്ടു പൊന്മേഘം കണ്ണെഴുതി കാർമേഘം അവര് മാത്രം മതി. ഒക്കെ ഒരു സ്വപ്നം കണ്ട പോലെ തോന്നുക. ഇതൊക്കെ സ്വപ്നങ്ങളെ മതിയാക്കി നമുക്ക് ജീവിച്ചു തുടങ്ങാം.
മഹി, താനെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ മാത്രം സ്വന്തമായിക്കോട്ടെ. కానున్న కళ్యాణం ఏమన్నది స్వయంవరం మనోహరం రానున్న వైభోగం ఎటువంటిది ప్రదీక్షణం మరోవరం విడువని ముడిది కదా ముగింపులేని కాధగా తరమున పాటుగా తరగని పాటగా ప్రతి జగ సాక్షిగా సదా కన్నుల్లోని కలలు అన్ని కరిగిపోని కలలుగా కళ్ళ పారాడగా కన్నుల్లోని కలలు అన్ని కరిగిపోని కలలుగా కళ్ళ ముందు పారా